SKN40 അതായത് മാധ്യമരംഗത്ത് ആർ ശ്രീകണ്ഠൻ നായർ 4 പതിറ്റാണ്ട് പ്രവർത്തനം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ കേരളത്തിൽ ഏറ്റവും അധികം വിപത്ത് വിതച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിനുമായിട്ടാണ് 24ന്റെ ഈ യാത്ര തിരുവനന്തപുരം തുടങ്ങിയത്. ഇന്നിപ്പോഴത് 8 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്രയിൽ കോളേജുകൾ, അതുപോലെ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ കഴിയുന്ന ജനങ്ങൾ, ഇവരൊക്കെയായി സംസാരിച്ചു. അവരുടെ പല പ്രശ്നങ്ങളും ഞങ്ങൾ കേട്ടു. കേരളത്തിൽ നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന വിവരങ്ങളെക്കാൾ വളരെ രൂക്ഷമാണ് കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും ഈ മാരകമായ രാസലഹരിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് ബോധ്യപ്പെടുന്നതായിരുന്നു ഈ 8 ദിവസത്തെ ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് തന്നെ SKN40യുടെ ഭാഗമായി ഒരു ആഘോഷ പരിപാടിയല്ല 24 സംഘടിപ്പിക്കാൻ ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതും. അത് കേരളത്തിന്റെ ഒരു മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന രാസലഹരി അടക്കമുള്ള ലഹരിക്കെതിരെ ഒരു ജനകീയ പ്രതിരോധ കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം. അതിന് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ജനങ്ങൾ സാക്ഷിയാകുമ്പോൾ പെരുന്നയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് കിട്ടുന്ന ഒരു ധാർമ്മികമായ പിന്തുണയായി ഞങ്ങൾ അതിനെ കണക്കാക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ SKN ഈ വേദിയിലേക്ക് എത്തും. അദ്ദേഹം ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറയും. ഈ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം ഒരു അഭിമുഖം നടത്തിയിരുന്നു. അത് തത്സമയം 24 സംപ്രേഷണം ചെയ്തതാണ്. ഈ യാത്ര, ഈ ഉദ്യമം, അത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു യാത്രയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഈ യാത്രയിലൂടെ നിങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ, കണ്ടെത്തുന്ന കാര്യങ്ങൾ, മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ അത് സർക്കാരിന് സമർപ്പിക്കൂ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര ലക്ഷ്യം കാണുമ്പോൾ, കാസർഗോട്ട് ഈ യാത്ര പൂർത്തിയാകുമ്പോൾ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ രാസലഹരിയുടെ മാരകമായ പ്രയോഗം, അതിൻ്റെ സ്വാധീന വല, അതിൻ്റെ മാരക ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ബൃഹത്ത് റിപ്പോർട്ട് ഞങ്ങൾ സർക്കാരിന് സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ കാണുന്ന കൊടും ക്രൂരകൃത്യങ്ങളുടെ ഒക്കെ പിന്നിൽ ശരിയായ വില്ലനായി രാസലഹരി ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു തലമുറയെ മുഴുവൻ ഇല്ലാതാക്കുന്നു എന്ന് മാത്രമല്ല, കുട്ടികളൊക്കെ ഇതിന്റെ വ്യാപാരത്തിന്റെ കണ്ണികളായി മാറുന്നു എന്ന ഒരു അപകടം പിടിച്ച അവസ്ഥ കൂടി നമ്മൾ നേരിടുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിലൊക്കെ കണ്ടെത്തിയ കേസുകളിൽ രാസലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് വീട്ടുകാർക്ക് പോലും മനസ്സിലാകാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ മേൽ ഒരു പ്രത്യേക ജാഗ്രത അവരുടെ കാര്യങ്ങളിൽ. കാരണം മനോരോഗ വിദഗ്ധരൊക്കെ പറയുന്നത് ലഹരിയുടെ അടിമയാകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ രോഗലക്ഷണങ്ങൾ കുട്ടികൾ കാണിച്ചു തുടങ്ങുമെന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പഠിത്തത്തിൽ ശ്രദ്ധ കുറയുക, ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിക്കുക, അവരുടെ മൊബൈൽ ഫോണിൽ നിരന്തരം അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടാകുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ പെരുമാറ്റങ്ങളിലെ മാറ്റത്തിലൂടെ തന്നെ ഇവർ ഏതെങ്കിലും തരത്തിൽ ലഹരിയോട് താല്പര്യം കാണിക്കുന്നവരാണോ എന്ന് കണ്ടെത്താൻ കഴിയും എന്നാണ്. ഇതിനൊറ്റ പ്രതിവിധിയേ ഉള്ളൂ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇതിനെതിരെ ശബ്ദമുയർത്തുക. കാരണം ബോധവൽക്കരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടം കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞു. ഇനി ആക്ഷന്റെ സമയമാണ്. അതിന് എക്സൈസിനും പോലീസ് ഉൾപ്പെടെയുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കും എല്ലാ വിധത്തിലുമുള്ള അധികാരങ്ങളും, സർവ്വ അധികാരങ്ങളും നൽകുകയും സ്വതന്ത്രമായി അവരെ പ്രവർത്തിക്കാൻ അവർക്ക് ഫ്രീഡം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് അവരുടെ ശ്രമങ്ങൾക്ക് ഒരു പ്രചോദനവും പിന്തുണയും നൽകുക എന്നതുകൂടിയാണ് SKN40യുടെ ഭാഗമായിട്ടുള്ള 24ന്റെ ഈ കേരള യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. കൃഷ്ണ, നമ്മൾ ഇപ്പോൾ പെരുന്നയിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു 5 ചെയറൂടെ ഉണ്ട്. പുറത്തു നിൽക്കുന്ന 5 പേർക്ക് കൂടെ ഇവിടെ വന്നിരിക്കാം. കാരണം അങ്ങനെ കുറേ പേര് പുറത്തു നിൽക്കുന്നു, പിന്നെ കുറേ സ്ത്രീകൾ പുറത്ത് നിൽക്കുന്നു. ഇങ്ങോട്ട് നീങ്ങി നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാം. നമുക്ക് സ്ഥലമുണ്ട്, അപ്പോൾ ആ ചെയർ ഒഴിഞ്ഞു കിടക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ വൈസ് ചെയർപേഴ്സണും ചെയർമാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ 5 ചെയറൂടെ ഫില്ലായി കഴിഞ്ഞു. നല്ല ചൂടുള്ള സമയമാണ്. പക്ഷെ എന്നാൽ പോലും ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ലഹരിക്കെതിരെ ഒരു പ്രവർത്തനം ആവശ്യമാണോ? അല്ലയോ? ആണ്. അപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം എത്രത്തോളം മോശമാണ് ഈ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പല ഭാഗത്തെയും അവസ്ഥ എന്ന് പറയുന്നത്.
ചിലപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകാം ലഹരി ഉപയോഗം, അത് മദ്യത്തിലും സിഗരറ്റിലും അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന കാജാബീഡിയിലും ഒക്കെ ഒതുങ്ങി നിന്നിരുന്നതാണ്. പക്ഷെ ഇന്ന് അതിൻ്റെയൊക്കെ ഒരു കരാളഹസ്തം നമ്മുടെ അച്ഛനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയെയോ ഒക്കെ മനസ്സിലാകാത്ത രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു, അല്ലേ? അപ്പോ നമ്മളിപ്പോ കേൾക്കുന്ന ഏതൊരു ക്രൈം എടുത്താലും ആ ക്രൈമിന്റെ പിന്നിൽ ഒരു ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരിയുടെ വിൽപ്പന, ഏതെങ്കിലും തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടതല്ലാത്ത ക്രൈംസ് കേരളത്തിൽ ഉണ്ടാവുന്നില്ല. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഓരോ കുടുംബം. പണ്ടൊക്കെ നമ്മുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതായിരുന്നു? നമ്മുടെ വീടല്ലായിരുന്നോ? പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടിൽ ഒരു സുരക്ഷിതത്വമല്ല, ഇല്ല. കാരണം ഇപ്പോ നടക്കുന്ന പല കൊലപാതകങ്ങളും വീടിനുള്ളിലാണ് നടക്കുന്നത്. ഒന്നുകിൽ മകൻ അച്ഛനെ കൊല്ലുന്നു, അല്ലെങ്കിൽ അമ്മ മകനെ കൊല്ലുന്നു, അല്ലെങ്കിൽ തിരിച്ച് ഈ സഹോദരൻ സഹോദരിയെ കൊല്ലുന്നു. വെഞ്ഞാറമൂട് നടന്നതും അതുപോലെ വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ഓരോ റിപ്പോർട്ടുകളും നമ്മൾ കാണുന്നതാണ്. അതുപോലെ ഓരോ ദിവസം പിടിക്കുന്ന ലഹരി കേസുകൾ, ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ വാർത്ത കാണുമ്പോൾ വിചാരിക്കുമോ ഇത് അവരുടെ വീട്ടിലല്ലേ സംഭവിച്ചത്, അങ്ങനെയാണ് നമ്മൾ ആ വാർത്തയെ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മകൻ, മകൾ, അനുജൻ, അനുജത്തി, അച്ഛൻ, അമ്മ ഇവരൊക്കെ ചിലപ്പോൾ ലഹരി ഉപയോഗത്തിലേക്ക് പോയെന്ന് വരും. അപ്പൊ ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരിക്കല് എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ചിലപ്പോൾ ചിലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരിക്കല് സാത്താൻ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ഒരു വ്യക്തിയോട് ഒരു റൗണ്ടിലുള്ള ഒരു കെട്ടിടത്തിന്റെ 4 വാതിലുകളിൽ 4 കാര്യങ്ങൾ വെച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു പാപം നീ ചെയ്തേ പറ്റൂ. അതിൽ ഒന്നാമത്തേത് ഒരു മൃഗത്തെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു വെട്ടുകത്തിയും വെച്ചിട്ടുണ്ട്, ആ മൃഗത്തെ അറുത്ത് കൊല്ലണം. രണ്ടാമത്തെ ഒരു കുഞ്ഞവിടെ ഇരിപ്പുണ്ട്, കുഞ്ഞിനെ കാലേ വാരി നിലത്തടിക്കണം. മൂന്നാമത്തെ വാതിലിൽ ഒരു സ്ത്രീ ഉണ്ട്, അവരെ ഉപദ്രവിക്കണം. 4-മത്തെ വാതിലിൽ ഒരു മദ്യക്കുപ്പി വെച്ചിട്ടുണ്ട്, ആ മദ്യം കുടിക്കണം. ഇയാളിങ്ങനെ പല റൗണ്ട് നടന്നു. അയ്യോ ഈ മൃഗത്തെ എങ്ങനെ കൊല്ലും, എനിക്ക് പേടിയാ. സ്ത്രീയെ എങ്ങനെ ഉപദ്രവിക്കും, അയ്യോ കൊച്ചു കുഞ്ഞ് അതിനെ എങ്ങനെ ഉപദ്രവിക്കും. ഇപ്പം വിചാരിച്ചു കമ്പാരിറ്റീവ്ലി വളരെ ദോഷമില്ലാത്ത ഒരു കാര്യമാണല്ലോ മദ്യം, എന്നാ പിന്നെ അത് ഉപയോഗിച്ചേക്കാന്ന്. അതെടുത്ത് കുടിച്ചു. അതിനുശേഷം ഓടി വന്ന മൃഗത്തെ കൊന്നു, സ്ത്രീയെ ഉപദ്രവിച്ചു, കൊച്ചിനെ കാലേ വാരി നിലത്തടിച്ചു കൊന്നു. അപ്പോ ഏതൊരു കുറ്റങ്ങളുടെയും പിന്നിൽ ഒരു ലഹരി ഉപയോഗം, അത് മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും അത് ഏത് ലെവലിലാണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ടതും നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് പടിക്ക് പുറത്താക്കേണ്ടതും. അതിനുവേണ്ടിയുള്ള ഒരു യജ്ഞമാണിത്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിലും നമുക്ക് പിന്തുണ തരുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. അല്പസമയത്തിനകം SKN കൂടി നമ്മളോടൊപ്പം ചേരും. അദ്ദേഹത്തിന് ഒരുപാട് കാര്യം പറയാനുണ്ട്. 40 വർഷത്തെ അല്ലെങ്കിൽ 4 പതിറ്റാണ്ട് കാലം തെളിമയാർന്ന മലയാളികളുടെ മനസ്സിൽ വിശ്വാസവും സ്നേഹവും പിടിച്ചു പറ്റിക്കൊണ്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹം സാധിച്ചെടുത്തെങ്കിൽ ആ വ്യക്തി ലഹരി ഉപയോഗിക്കാത്ത ഒരാളായതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തോടൊപ്പം മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് വന്ന ലഹരി ഉപയോഗം നടത്തിയ പലരും അവരുടെ കരിയറിൽ ഒന്നുമല്ലാതെ ചിലരൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അപ്പുറമായി മമ്മൂക്കയെ പോലെ ഇന്നും യങ്ങായി, ഇന്നും എനർജറ്റിക് ആയിട്ട് ഈ 9-ാം ദിവസവും ഞങ്ങളിൽ പലരും ചിലപ്പോൾ തളരുമ്പോൾ വളരെ പോസിറ്റീവായി നമ്മോടൊപ്പം മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫോക്കസ് നൽകുന്നത് ലഹരി ഉപയോഗിക്കുന്നില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ മുന്നിൽ നിർത്തുന്നത് അങ്ങനെ ഒരാളെയാണ്. ഞങ്ങൾ 2 പേരുമാണെങ്കിലും ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയും ഞങ്ങൾ ആ ലഹരിയില്ലാത്ത ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ കൊണ്ടുവരണം. ഇനി ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും ഏതെങ്കിലും തരത്തിൽ ഏത് വിധേനയും നമുക്ക് രക്ഷിച്ചേ മതിയാകൂ. എങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിന് ഒരു പുതിയ മുഖവും എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന് പറയാനും സാധിക്കൂ. ഞങ്ങൾ ഈ വരുന്ന വഴിയിൽ കൂടുതലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, വിദ്യാലയങ്ങളിൽ ഞങ്ങൾ സന്ദർശിച്ചു. അവിടെ കുട്ടികളുമായി സംസാരിച്ചു. അപ്പോഴും SKN സംസാരിച്ചപ്പോഴും പിന്നീട് ആ ചടങ്ങിൽ പങ്കെടുത്ത മറ്റു വിശിഷ്ട വ്യക്തികൾ സംസാരിച്ചപ്പോഴും ഒക്കെ കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ ഇവിടെ കൂടുതലായി കാണുന്നത് രക്ഷിതാക്കളാണ്. അപ്പോൾ സത്യത്തിൽ അത് കുട്ടികളുടെ മേൽ മുഴുവൻ പഴിയും ചാരി അവർ മാത്രമാണ് ഇതിലെ ഇരകളാക്കപ്പെടുന്നവർ എന്ന് നമ്മൾ കരുതരുത്. കാരണം ഇന്ന് എല്ലാ മേഖലയിലും, ഇപ്പോഴത് ആരോഗ്യരംഗത്തായാലും മാധ്യമപ്രവർത്തകർക്കിടയിലായാലും അതല്ലെങ്കിൽ കലാകാരന്മാർക്കിടയിലായാലും ഒക്കെ ഈ രാസലഹരി ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് ഒരു ഉത്തേജനം നൽകുന്നു, അത് നിരന്തരം നമ്മളെ ഒരു തൊഴിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നൊക്കെയുള്ള തെറ്റായ ധാരണയുടെ പുറത്ത് മറ്റു പല സ്വാധീനങ്ങളുടെ ഭാഗമായി ഇതൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികളെ മാത്രം ബോധവൽക്കരിക്കേണ്ട, അവരെ മാത്രം സുരക്ഷിതരായി നിർത്തേണ്ട, അവർക്ക് മാത്രം
പാഠങ്ങൾ നൽകേണ്ട ഒന്നല്ല ലഹരിയുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കപ്പെടേണ്ടത് എന്നാണ് ഈ യാത്രയിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അധ്യാപകർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ച് നമ്മൾ വീടാണ് ഒന്നാമത്തെ നമ്മുടെ വിദ്യാലയം. അപ്പോൾ വീട്ടിൽ രക്ഷിതാക്കൾ കുട്ടികളെ എങ്ങനെ, അവരുമായുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ട്, അവരെ മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്, അതിനുവേണ്ടി എത്ര സമയം രക്ഷിതാക്കൾ ഈ കാലഘട്ടത്തിൽ, ഈ മൊബൈൽ ഫോണിന്റെ കാലഘട്ടത്തിൽ എത്ര സമയം അതിനുവേണ്ടി നീക്കി വെക്കുന്നുണ്ട്, അവരെ കുറ്റപ്പെടുത്താനും അവരെ മാറ്റി നിർത്താനും ശ്രമിക്കുന്നതിന് പകരം അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഒരു ഫോൺ കോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മളൊരു ആധിയോട് കൂടിയിട്ടാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമാണോ നമ്മൾ സ്കൂളിൽ നിന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ അധ്യാപകർ പറയുന്നത് കുട്ടികളുടെ ബാഗ്, എൻ്റെ മകൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അപ്പോൾ അവളുടെ ബാഗ് പോലും ഇവർ പരിശോധിക്കുന്നുണ്ട്. അവരറിയാതെ ഈ കുട്ടികളുടെ ബാഗുകൾ പരിശോധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പുറത്തുള്ള, ഈ സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തുള്ള ആളുകളുമായി അവർ ഏതെങ്കിലും തരത്തിൽ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അവർ അടച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഞങ്ങൾ രാത്രി ചർച്ചകൾ നടത്തുമ്പോൾ, ഇപ്പോൾ ചാനലിൽ ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ പങ്കെടുത്ത ഒരു രക്ഷിതാവ് പറഞ്ഞത് അയാൾക്ക് ഒരേ ഒരു മകളാണ്. ആ മകൾ നന്നായി പഠിക്കുന്ന മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ്. പെട്ടെന്ന് ഒരു ദിവസം അവൾക്ക് ഒരു ഡിപ്രഷൻ പോലെ അവർക്ക് തോന്നുകയാണ് രക്ഷിതാക്കൾക്ക്. എന്ത് ചോദിച്ചിട്ട് മകൾ ഉത്തരം പറയുന്നില്ല, മുറി കയറി വാതിലടച്ചിരിക്കുന്നു, വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ഒരു പെരുമാറ്റം. അപ്പോൾ രക്ഷിതാക്കൾക്ക് എന്താണെന്ന് പിടികിട്ടുന്നില്ല. ഒരേ ഒരു മോളാണ്, എല്ലാ ലാളനയും കൊടുത്തതാണ്, ഈ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി സമയം നീക്കി വെച്ചിട്ടുള്ള രക്ഷിതാക്കളായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് ഒരു കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സ്വാധീനത്തിൽ ഈ കുട്ടി MDMA ഉപയോഗിക്കുന്നുണ്ട് എന്നത്. പിന്നീട് ഒരുപാട് പണിപ്പെട്ട് ഒരു മനോരോഗ വിദഗ്ധന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി സാധാരണ ജീവിതത്തിലേക്ക് വന്നത്. ആ രക്ഷിതാവ് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സ്കൂളുകൾ കേന്ദ്രീകരിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ മുറുക്കാങ്കട പോലെയുള്ള ചെറിയ കടകളിൽ പോലും MDMA കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടെന്ന്. അദ്ദേഹം ചില സ്കൂളുകളുടെ പേരുകളൊക്കെ പറഞ്ഞു. ഞങ്ങൾ അവരുടെ അധികൃതരുമായിട്ട് ബന്ധപ്പെടുന്ന സാഹചര്യമുണ്ടായി, ഇതെന്താണ് എന്ന് പരിശോധിക്കാൻ. പക്ഷേ സ്കൂളുകാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, അവരുടെ അറിവോടുകൂടിയൊന്നും അല്ല ഇത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ഇതിന്റെ വലകൾ വന്ന് കിടക്കുന്നുണ്ട്, അദൃശ്യമായി ഇതിന്റെ കരങ്ങൾ നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഇയാളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും അല്ലെങ്കിൽ ഈ കുട്ടിയിൽ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് ലഹരിയുടെ ഈ കടന്നുവരവ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ച് കുട്ടികളെ വളരെ കൃത്യമായി അവരെ ശ്രദ്ധിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അവർക്ക് എന്തെങ്കിലും മനപ്രയാസമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് പരിഹാരം കണ്ടെത്താൻ അവരെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ വലിയൊരു അളവിൽ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. രക്ഷിതാവെന്ന നിലയിൽ ഞാനും ഈ ആശങ്കയോടുകൂടി, ഇപ്പോൾ പത്രത്തിൽ ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ, കാണുമ്പോൾ, വായിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറയാറുണ്ട്, നമ്മുടെ കുട്ടികളൊക്കെ വലുതാകുമ്പോൾ എന്താകും എന്ന ആശങ്കയുണ്ട്. അപ്പോൾ ഇത് ഓരോ രക്ഷിതാവിൻ്റെയും ഉള്ളിലുള്ള ഒരു തീയാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത്, ഇത് എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം നാളെ ഇത് ആരെയും ബാധിക്കാം. ഇത് സർവ്വവ്യാപിയായി കഴിഞ്ഞാൽ ഏത് പകൽ വെളിച്ചത്തിലും ഒരു അച്ഛനോ അമ്മയോ കുത്തേറ്റ് കൊല്ലപ്പെടാവുന്ന അതിദാരുണമായ ഒരു സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ്. നമ്മൾ വായിച്ചതിലും അറിഞ്ഞതിലുമൊക്കെ ഭീതിതമായ അനുഭവങ്ങൾ പല വീടുകളിലും ലഹരിയുടെ അടിമയാക്കപ്പെട്ട മക്കളിൽ നിന്ന് രക്ഷിതാക്കൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതില്ലാത്ത രക്ഷിതാക്കൾ ഭാഗ്യവാന്മാരാണ്. അതേസമയം തന്നെ ഇതിനെ ചെറുക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിൽ, ഈ നാട് നന്നാകണം, ഈ കേരളത്തെ നമ്മുടെ അഭിമാനമായി കാണുന്ന നമുക്ക് നമ്മുടെ നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇത് കണ്ടെത്താൻ പോലീസിനെ, എക്സൈസിനെ സഹായിക്കാനും ഇതിൻ്റെ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ അത് ഉത്തരവാദിത്വത്തോടുകൂടി അധികൃതരെ അറിയിക്കാനും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ അതിൻ്റെ അനോണിമിറ്റിയൊക്കെ, നമ്മൾ ആരാണ് വിവരം കൊടുക്കുന്നത് അതൊക്കെ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കഴിഞ്ഞ ചടങ്ങിൽ സംസാരിച്ചപ്പോഴും എക്സൈസിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ വിവരങ്ങൾ ആര് തന്നു എന്നൊന്നും അവർ പുറത്തുവിടില്ല, അവർ ആക്ഷനിലേക്ക് കടക്കാൻ പോകുന്നു എന്നാണ്. അപ്പോൾ രാജ്യത്ത് തന്നെ ഒരുപക്ഷെ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അഭിമാനം കൊള്ളുന്ന നമ്മുടെ ഈ നാട്ടിലാണ്. അപ്പോൾ കേരളത്തെ ഇല്ലാതാക്കുന്ന, കേരളത്തിൻ്റെ പുതിയ തലമുറയെ ഇല്ലാതാക്കുന്ന, കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഊർജം വലിച്ചു കുടിക്കുന്ന അത് അങ്ങനെ ഈ ലഹരിയുടെ പ്രയോഗം, അതിനെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ട, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഒരു സമയം അടുത്തിരിക്കുന്നു. ഇത് പൊതുവിൽ മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ഇക്കാലത്ത് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഞങ്ങൾക്കെതിരെയുള്ളൊരു പരാതി തന്നെ സാമൂഹിക നന്മ ലക്ഷ്യമിട്ട് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എല്ലാവരും റേറ്റിംഗിന് വേണ്ടിയും പരസ്യം കിട്ടാൻ വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നാണ്.
ആ വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഇതുപോലെ ഒരു ഉദ്യമത്തിൽ മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഒക്കെ ഉത്തരവാദിത്വം പ്രകടമാക്കുന്ന ഇത്തരം ഉദ്യമത്തിന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ സാമ്പത്തികമായി നോക്കിയാൽ ധാരാളം നഷ്ടം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതിനപ്പുറം പറ്റുന്ന രീതിയിൽ കേരളത്തിന്റെ ഒരു പൊതു മനസാക്ഷിയെ സ്പർശിക്കുകയും നമുക്ക് എല്ലാവർക്കും ലഹരിക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും അണിചേരണം എന്ന് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ ഈ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഇടങ്ങളിലും വലിയ സ്വീകരണം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ SKN തന്നെ പറയുന്നത് 40 വർഷത്തിന്റെ ആഘോഷമല്ല നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആഘോഷ പരിപാടി ഇന്നും ഇവിടെ എത്തിയപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, SKNന്റെ 40 വർഷമാകുമ്പോൾ നിങ്ങൾ കേക്ക് കട്ടിംഗ് ഒക്കെ ആയിട്ട് വലിയ വിപുലമായ ആഘോഷമായിരിക്കുമല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങളൊരു ആഘോഷമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നേരിടേണ്ടുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്. അത് ചെറിയ ചെറിയ സ്റ്റെപ്സ് ആയിരിക്കും, ബേബി സ്റ്റെപ്സ് എന്ന് പറയാം. നമ്മളുടെ കുഞ്ഞുങ്ങളെ പോലെയുള്ള ചെറിയ കാലടികളായിരിക്കും, കാൽവെപ്പുകളായിരിക്കും ഞങ്ങൾ വെക്കുന്നത്. പക്ഷേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ, ഇവിടെ ജനപ്രതിനിധികളുണ്ട്, ഇവിടെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, വിവിധ വിശ്വാസ പ്രമാണങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ ഭാവി തലമുറയെ നേരിടുന്ന, ഒരുപക്ഷെ ഇവിടെ അപ്പൂപ്പന്മാരായി നിൽക്കുന്ന ആളുകളുണ്ട്, രക്ഷിതാക്കൾ അച്ഛനും അമ്മയും മാതാപിതാക്കളായി നിൽക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളെയും ഒക്കെ ബാധിക്കാൻ പോകുന്ന ഈ വലിയ വിപത്തിനെതിരെ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളെയും മറന്ന് കേരളം പ്രളയത്തിൽ എങ്ങനെയാണോ നമ്മൾ ഒരുമിച്ച് നിന്നത്, എങ്ങനെയാണോ കോവിഡ് കാലത്ത് നമ്മൾ പരസ്പരം താങ്ങായി നിന്ന് ഈ മഹാവിപത്തിനെ നേരിടാൻ നമ്മൾ അന്ന് നിന്നത്, അതേ രീതിയിൽ തന്നെ ഈ ലഹരിക്കെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അണിചേരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. SKN 40 ഭാഗമായി നടത്തുന്ന ഈ കേരള യാത്രയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ വലിയ സ്വീകാര്യത നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയായി ഞങ്ങൾ കാണുന്നു. SKN ഈ വേദിയിലേക്ക് വരുന്നുണ്ട്, അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ 8 ദിവസങ്ങൾ പിന്നിടുകയാണ് ഈ യാത്ര തുടങ്ങിയിട്ട്. കൊടും വേനലിലാണ് ഞങ്ങളുടെ ഈ യാത്ര. പക്ഷേ ഒരുമിച്ച് നിൽക്കേണ്ടുന്ന, ഒരുമിച്ച് പടപൊരുതേണ്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയ സാഹചര്യത്തിലാണ് ഈ യാത്ര മറ്റെല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്കുള്ള യാത്രയായി ഞങ്ങൾ ഇതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. SKN ഞാൻ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. സാറിനൊപ്പം തന്നെ നമ്മുടെ ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, കൃഷ്ണകുമാരി രാജശേഖരൻ, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, നടൻ കൃഷ്ണപ്രസാദ്, ചങ്ങനാശ്ശേരി SHO വിനോദ് സർ, എക്സൈസ് ഓഫീസർ രാജേഷ് സർ, എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോ നമ്മുടെ വ്യാപാരി വ്യവസായി സംഘടനയ്ക്ക് ചുക്കാൻ പിടിച്ച ശ്രീ റോയി മാത്യു ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് ഈ 40 വർഷം മാധ്യമപ്രവർത്തനത്തിൽ പൂർത്തിയാക്കിയ നമ്മുടെ സ്വന്തം ശ്രീകണ്ഠൻ സാറിന് ഒരു ആദരം അർപ്പിക്കാൻ ഉണ്ട്. അദ്ദേഹം മുന്നോട്ട് വരണം. മർച്ചന്റ്സ് അസോസിയേഷനിൽ നിന്ന് ശ്രീ ജോർജിനെ കൂടി ക്ഷണിക്കുന്നു. മൈത്രി റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ ഷിബു. അപ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായി
നമ്മുടെ പ്രിയങ്കരിയായ വൈസ് ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ മാം. വളരെ പ്രാധാന്യമുള്ള നമ്മുടെ കേരളീയ സമൂഹം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ ഉയർത്തിക്കൊണ്ടാണ് ബഹുമാന്യനായ ശ്രീകണ്ഠൻ നായർ 24 അതിൻ്റെ ഡയറക്ടർ കൂടിയായ ശ്രീകണ്ഠൻ നായർ ഇവിടെ എത്തിച്ചേർന്നൊരുക്കുന്നത്. നമ്മുടെ 14 ജില്ലയിലും ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെ നേരിടുക എന്നുള്ള പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ്, ലഹരി വിരുദ്ധ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് സാർ ഇവിടെ 14 ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇവിടെ ആമുഖത്തിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ ലഹരി ഉപയോഗം കേരളത്തിലെ വർദ്ധിച്ച് വരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും ലഹരിക്ക് അടിപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ, കുട്ടികൾ ക്രിമിനൽ സ്വഭാവമുള്ളവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാംസ്കാരിക കേരളത്തിൽ നിരവധി കൊലപാതകങ്ങളും അതിലേറ്റവും കൂടുതൽ ജയിലിലടയ്ക്കപ്പെടുന്നത് നമ്മുടെ ചെറുപ്പക്കാരാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, പ്രായപൂർത്തിയാകാത്തവർ, നമ്മുടെ മക്കൾ. ഈ മക്കൾ നല്ലതായി വളർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണിവർ. പക്ഷേ രക്ഷകർത്താക്കൾ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ രക്ഷകർത്താക്കളാണ് കൂടുതൽ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. രക്ഷകർത്താക്കൾ ഈ പരിപാടിയുടെ പ്രസക്തി, അതിൻ്റെ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആശങ്കാകുലരാണ്. അവർക്ക് ആശങ്കയുണ്ട്, മക്കളുടെ പേരിൽ ആശങ്കയുണ്ട്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് ഉണ്ടാകുന്ന ഇത്തരം വിപത്തുകൾ നമ്മുടെ കുട്ടികളെയും ബാധിക്കുമല്ലോ എന്നുള്ള ചിന്ത അവർക്കുണ്ട്. എന്തായാലും സർക്കാരും ഇതുപോലെയുള്ള സന്നദ്ധ ചാനലുകളും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും, റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ നമ്മുടെ CI ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ പോലീസ്, എക്സൈസ് തുടങ്ങിയ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കം ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണത്തിൻ്റെ കാലമെല്ലാം കഴിഞ്ഞു. ഇനി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒന്നായി നിന്നുകൊണ്ട് പ്രതിരോധിച്ചാൽ നമ്മുടെ സാംസ്കാരിക കേരളം ഇന്ന് നേരിടുന്ന ഈ വെല്ലുവിളികളെ നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയണം. നമ്മുടെ മക്കളെ നന്നായി വളർത്തിയെടുക്കുവാനും രൂപപ്പെടുത്തിയെടുക്കുവാനും നമുക്ക് കഴിയണം മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ ശ്രീകണ്ഠൻ നായർ സാറ് ഇവിടെ ഈ ആശയം പറയാം. നമ്മുടെ 24 ചാനലുകളിലും അല്ലെങ്കിൽ മാധ്യമരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സാർ, അതിലെല്ലാം ഇപ്പം നാട്ടിലെ ഇത്തരം വലിയ വിപത്തുകളെ നിന്ന് ജനങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം മഹത്തരമായ ദൗത്യമാണ്. ഈ ദൗത്യത്തിന് ഇത് ഏറ്റെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന സാറിനെ ചങ്ങനാശ്ശേരി നഗരസഭയുടെ എല്ലാ അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ഇതിനെ നേരിടുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും നോട്ടീസ് അടിക്കാതെ ഈ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ല മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിയവരാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു മാം. ഇനി ചങ്ങനാശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ മാത്യൂസ് ജോർജ്. ബഹുമാനായ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീകണ്ഠൻ നായർ സാർ, നഗരസഭാ അധ്യക്ഷ ശ്രീമതി കൃഷ്ണകുമാരി രാജശേഖരൻ, സിനി ആർട്ടിസ്റ്റ് ശ്രീ കൃഷ്ണപ്രസാദ്, ചങ്ങനാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ, മെർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ്, ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളെ, മറ്റ് പ്രിയമുള്ള സഹോദരിമാരെ, പ്രിയപ്പെട്ടവർ, കേരളമെമ്പാടും ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ന്യൂസ് 24 നമ്മുടെ നാട്ടിൽ ഏറെ സ്വാധീനം ചെലുത്തുകയും സമൂഹത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഏറെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഫ്ലവേഴ്സ് ചാനലും ന്യൂസ് 24 ഒക്കെ ഈ രംഗത്ത് മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. നമ്മുടെ ഒരു മാധ്യമ രംഗത്തെ കുലപതിയായിട്ടുള്ള ദൃശ്യമാധ്യമ രംഗത്ത് ഏറ്റവും ശക്തമായ നിലയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിത്വമാണ് ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളമെമ്പാടും നടത്തുന്ന ഈ പ്രചരണ പരിപാടി സമൂഹമാകമാനം ഏറ്റെടുക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ രാസലഹരിയുടെ ഉപയോഗം കൂടുകയും കുട്ടികൾ അടക്കമുള്ള ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉപകരിക്കാത്തതുമാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ സ്കൂളുകൾ തലത്തിൽ പോലും, സ്കൂൾ കോളേജ് തലത്തിൽ പോലും, മാതാപിതാക്കൾ പോലും ഈ കാര്യത്തിൽ, സ്കൂൾ അധികാരികൾ അല്ലെങ്കിൽ അധ്യാപകർ
ഇങ്ങനെയുള്ള തെറ്റുകൾ പ്രഥമദൃഷ്ട്യാ തെറ്റുകൾ കണ്ടെത്തുമ്പോൾ മാതാപിതാക്കൾ അടക്കമുള്ള പേരൻസ് അടക്കം ഉള്ള ആളുകൾ അധ്യാപകരെ എതിർക്കുന്നതാണ് നാം കണ്ടുവരുന്നത് നമ്മുടെ സമൂഹത്തിൽ. ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ബോധവൽക്കരണം നമുക്ക് അനിവാര്യമാണ്. കാരണം എൻ്റെ കുട്ടി തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു പ്രചരണം കൊടുക്കുവാനാണ് പല മാതാപിതാക്കളും ശ്രമിക്കുന്നത്. തുടക്കത്തിലെ തെറ്റ് കണ്ടുപിടിച്ച് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. പക്ഷേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കണ്ടുവരുന്നത് സ്കൂൾ തലത്തിലൊക്കെ ചെറിയ തെറ്റുകൾ കണ്ടുപിടിക്കുന്ന അധ്യാപകർ ഒറ്റപ്പെടുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. അത് നിത്യസംഭവമാണ്. മാതാപിതാക്കളുടെ ഒരു തെറ്റായ കാഴ്ചപ്പാട്, ആ സമീപനം തീർച്ചയായിട്ടും മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ അവതാരക അടക്കമുള്ള ആളുകൾ പറഞ്ഞതുപോലെ കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികൾ, പ്രളയമടക്കമുള്ള കാര്യങ്ങളെ ധീരമായി നേരിട്ട ഒരു സമൂഹമാണ് നമ്മുടേത്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ, കൂട്ടായിട്ടുള്ള ഐക്യബോധത്തോടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയണം. അതിനുവേണ്ടി കൂട്ടായ പരിശ്രമങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എല്ലാം ഇക്കാര്യത്തിൽ ഒരു ഉത്തമ ബോധ്യം, ഒരു ഉറച്ച ബോധ്യം, ഒരേ മനസ്സോടെ ചിന്തിക്കുന്നൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സമൂഹത്തിന് കഴിയേണ്ടതായിട്ടുണ്ട്. ന്യൂസ് 24-ഉം ആദരണീയനായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സാറ് നടത്തുന്ന പരിശ്രമങ്ങളെ ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് വേണ്ടി ആദരപൂർവ്വം നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടേക്ക് വന്ന് അദ്ദേഹം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും സഞ്ചരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രചരണ പരിപാടികൾ സമൂഹം ഏറ്റെടുക്കാൻ കഴിയട്ടെ, അതിനുള്ള ഈ ആശയപ്രചരണം സമൂഹം ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ജാതിമത കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഈ രംഗം കാണുവാൻ നമ്മൾ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആദരവോടും കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുന്നു. നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ ശ്രീ കൃഷ്ണപ്രസാദിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ശ്രീകണ്ഠൻ സാറ്, നമ്മുടെ ചെയർപേഴ്സൺ കൃഷ്ണമാരി രാജശേഖരൻ, മാത്യൂസ് ജോർജ്, വിനോദ് സാറ്, ജോൺസൺ, അതിനേക്കാളെല്ലാം ഉപരിയായി ചങ്ങനാശ്ശേരിയുടെ ഒരു പരിച്ഛേദമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ ബഹുമാനീയ പ്രിയ സുഹൃത്തുക്കളെ, നല്ല മഴ പെയ്തു. ഈ മഴയത്ത് നമുക്കെല്ലാം മനസ്സിലൊരു കുളിരാണെന്ന് പറയും, പക്ഷേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തീയാണ്. കൊയ്തിട്ടില്ല, ഒരു കർഷകനാണ്. കഴിഞ്ഞ 1 മാസമായിട്ട് കൊയ്ത നെല്ല് എടുക്കാത്തതിൻ്റെ സമരങ്ങളുമൊക്കെ നടത്തി ഇന്നാണ് അതിനൊരു ചെറിയ പരിസമാപ്തി കുറിക്കാൻ സാധിച്ചത്. നെൽകർഷകനെ സംബന്ധിച്ചോളം കൃഷി മാത്രമല്ല, അവൻ സമരം കൂടെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഈ പ്രകൃതി ഇങ്ങനെ കൂടെ ചെയ്താൽ ഞങ്ങൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെ പോകുമ്പോൾ വളരെ വിഷമകരമായ സന്ദർഭം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഒരു മാധ്യമം അതിൻ്റെ ധർമ്മം കാണിക്കുകയാണ് SKN 40 എന്ന 24 ന്യൂസ് ചാനലിലൂടെ നമ്മുടെ ശ്രീകണ്ഠ സാറ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും, അതോടൊപ്പം 40 എന്നുള്ളത് അടുത്ത 50 ആകുമ്പോൾ നമുക്ക് ചങ്ങനാശ്ശേരി വെച്ച് ഈ പരിപാടി നടത്തുവാൻ സാധിക്കട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. ലഹരി പല രീതിയിലുണ്ട്. കലാകാരന് സംഗീതത്തിൽ ലഹരി ഉണ്ടാവാം, പടം വരയിൽ ലഹരി ഉണ്ടാവാം, അതുപോലെ ഏത് രീതിയിലും അധ്യാപക രംഗത്തുണ്ടാവാം, കാർഷിക രംഗത്തുണ്ടാവാം, ഏത് രീതിയിലും ലഹരി ഉണ്ടാവാം. പക്ഷെ ആ ലഹരി ഇതുപോലെയുള്ള സിന്തറ്റിക് ലഹരിയിലേക്ക് മാറി നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ ഭാവിയിലെ ഏറ്റവും നല്ല ഭാവിയുടെ വാഗ്ദാനങ്ങളിൽ നിന്ന് നമ്മൾ അഭിമാനത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ നമുക്ക് ഇന്ന് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ വളരെ വേദനാജനകമാണ്, സങ്കടകരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ജനിക്കുമ്പോൾ നല്ല കുഞ്ഞുങ്ങളല്ലേ, അത് കഴിഞ്ഞ് ഓരോരോ സ്റ്റെപ്പുകളിൽ വന്ന് പണ്ട് പറയും നല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, കണ്ണാടി വേണ്ട എന്ന് പറയുന്ന പോലെ ഇന്ന് ആ കൂട്ടുകെട്ടാണ് പല കുഞ്ഞുങ്ങളെയും വഴിതെറ്റിക്കുന്നതെന്ന് അറിയുമ്പോൾ അത് വലിയ വിഷമമാണ്. സ്വന്തം ഏറ്റവും വിശ്വസിക്കുന്ന ഒരു കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരി കൊടുക്കുന്ന ഒരു പദാർത്ഥത്തിലൂടെ ലഹരിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയാണ് ഈ ലഹരിക്ക് അടിമയാകുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം മാതാപിതാക്കൾ ആരെന്നോ, സഹോദരി ആരെന്നോ, സഹോദരൻ ആരാണെന്നോ, ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരാരെന്നോ തിരിച്ചറിയാതെ എന്നും വൈകിട്ട് ഒരു 9 മണിക്കുള്ള ന്യൂസ് കാണുമ്പോൾ ഞങ്ങളൊക്കെ കാണുന്നത് ഇന്നത്തെ മരണനിരക്ക് കൊലപാതകമാണ്. ലഹരിയിലൂടെ എത്ര കുഞ്ഞുങ്ങൾ അവരുടെ പേരൻസിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ
സമൂഹത്തിലുള്ള മറ്റുള്ളവരെ കൊലപാതകം നടത്തുന്നു എന്നുള്ളതൊക്കെ കാണുമ്പോൾ വളരെ വേദനാജനകമായ ഒരു സവിശേഷ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ 24 ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഇനിഷ്യേറ്റീവായിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇതെത്തിക്കാൻ സാധിക്കുന്നത് മാധ്യമത്തിനാണ്. അങ്ങനെ മാധ്യമങ്ങൾ അതിൻ്റെ ധർമ്മം ചെയ്യുമ്പോൾ തന്നെ ഒരു പകുതി നമുക്ക് ഒരു അവയർനെസ് ഉണ്ടാവുകയാണ്. അല്ലാതെ ഞാനൊരു വ്യക്തിയോടോ അല്ലെ നിങ്ങളൊരു വ്യക്തിയോടോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു മാധ്യമം അതിൻ്റെ പ്രത്യേകിച്ച് ഒരു വിഷ്വൽ മീഡിയ അതിലൂടെ വരുമ്പോൾ വളരെ ഇമ്പാക്റ്റാണ് ഉണ്ടാകുന്നത്. ആ ഇമ്പാക്റ്റ് SKN40 24 തരുന്നത് നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ മാറ്റം, നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് ചങ്ങനാശ്ശേരി എക്സൈസുമായിട്ട് ചേർന്ന് ഇവിടെ തന്നെ ഈ ഓട്ടോറിക്ഷ അതുപോലെ ബസ് സ്റ്റാൻഡിലെ എല്ലാവരുമായിട്ട് ചേർന്ന് ഈ ബുക്ക്ലെറ്റ് ഒക്കെ കൊടുക്കാൻ നടന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ എക്സൈസിലെ ഞങ്ങളുടെ ഇവിടുത്തെ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു, 6 പോലീസ് സ്റ്റേഷനാണ് ഒരു എക്സൈസ് ഓഫീസ് ചങ്ങനാശ്ശേരിയിലുള്ളത്. ഏതാണ്ട് നമ്മുടെ മണിമല തൊട്ട് ഏതാണ്ട് ചിങ്ങവനം ഇതൊക്കെ ഒരു എക്സൈസ് ഓഫീസ് വളരെ ചുരുക്കം മെമ്പേഴ്സേ ഉള്ളൂ. അവരെ കൊണ്ടൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ ഈ വിപത്ത് വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ചങ്ങനാശ്ശേരിക്കാരായ നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു വലിയ സന്ദേശം കൊടുക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 10 വർഷം മുമ്പ് ലളിതകലാ അക്കാദമിയിലെ ഒരു മെമ്പറാവാൻ എനിക്ക് സാധിച്ചപ്പോൾ അന്ന് സർഗക്ഷേത്രയുമായിട്ട് ചേർന്ന് കഴിഞ്ഞ 3 വർഷമായിട്ട് കുട്ടികൾക്ക് കളരി നടത്തുമായിരുന്നു. ക്യാമ്പ്, ചിത്രരചന പഠന ക്യാമ്പ്. അങ്ങനെ അവസാന വർഷം നമ്മൾ ഒരു തീരുമാനമെടുത്തു, ഇത് നമ്മുടെ സമൂഹത്തിന് എവിടെയെങ്കിലും പ്രയോജനം ചെയ്യണമെന്ന്. അങ്ങനെ അവസാനം ഞങ്ങളൊരു 150 കുട്ടികളെ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ക്രീമായിട്ടുള്ള 10ാം ക്ലാസ്സിൽ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിട്ടുള്ള 30 പേരെ സെലക്ട് ചെയ്ത്, നിങ്ങൾ ചങ്ങനാശ്ശേരി റവന്യൂ ടവർ അല്ലേ ഏട്ടാ കേരളത്തിലെ ആദ്യത്തെ റവന്യൂ ടവർ അല്ലേ? ആദ്യത്തേൽ ഒന്നാണ് നമ്മുടെ റവന്യൂ ടവർ. അങ്ങനെയുള്ള ആ റവന്യൂ ടവറിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ചെന്നാൽ അറിയാം, പല റവന്യൂ ടവറിൻ്റെ ഫ്രണ്ടിൽ പോസ്റ്റർ ഒട്ടിച്ചും മുറുക്കാൻ തുപ്പിയൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ റവന്യൂ ടവറിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റായ നമ്മുടെ ചന്ത സൃഷ്ടിച്ചത് വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രവും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ കുട്ടികൾ വരച്ച ചിത്രങ്ങളുമാണ് അവിടെ ഇപ്പോഴും ഉള്ളത്. അത് ഈ 10 വർഷമായി കിടക്കുന്നു എന്നുള്ളത് എനിക്കോടൊപ്പം നിങ്ങൾക്കും അഭിമാനിക്കാവുന്ന, ചങ്ങനാശ്ശേരിക്കാരായ നിങ്ങൾ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ നമ്മളെ ശ്രവിക്കുവാനും അതുപോലെ തന്നെ നമ്മളെ കേൾക്കുവാനും SKN40 ഇവിടെ എത്തിച്ചേർന്നതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട നടനെന്നുള്ളതിലുപരി മണ്ണും ചെടികളും കൃഷിയും ഒക്കെ ലഹരിയാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ ആ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. ഇനി നമ്മളോട് സംസാരിക്കുന്നത് ചങ്ങനാശ്ശേരി SHO ആയ വിനോദ് സാറാണ്. സർ പ്ലീസ്. ഹലോ ശ്രീകണ്ഠൻ നായർ സാർ ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാമെന്ന് പറഞ്ഞാൽ അധിക പ്രസംഗമാണ്. എന്നാലും ഇന്നിപ്പോൾ ചുക്കില്ലാത്ത കഷായം അല്ല എന്ന് പറയുന്ന പോലെ തന്നെ ലഹരി ഇല്ലാത്ത ഒരു കുറ്റകൃത്യവുമില്ല. അതേപോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനും ലഹരിയാണ്. സന്തോഷത്തിന് ലഹരി, സന്താപത്തിന് ലഹരി, വിഷമം, മഴ പെയ്താൽ അതും ലഹരിയാണ്. എല്ലാത്തിനും ലഹരിയാണ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. ഓരോരുത്തരെ ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർ പറയുന്നത് കേൾക്കണ്ടേ, എന്താണ് നിങ്ങൾ വെള്ളം അടിച്ചെന്ന് ചോദിക്കും, വിഷമം കൊണ്ടാണെന്ന് പറയുന്നത്. അടുത്ത ആളോട് ചോദിക്കും, ഞാൻ സന്തോഷം കൊണ്ടാണെന്നാണ് പറഞ്ഞു. മകൻ്റെ വിദ്യാഭ്യാസത്തിൽ പരീക്ഷയ്ക്ക് ജയിച്ചാൽ കള്ളു കുടിക്കും, തോറ്റാലും കള്ളു കുടിക്കും, വിവാഹം നടന്നാൽ കള്ളു കുടിക്കും, വിവാഹബന്ധം വേർപെടുത്തിയാൽ കള്ളു കുടിക്കും, കുഞ്ഞുണ്ടായാൽ കള്ളു കുടിക്കും, കുഞ്ഞുണ്ടായില്ലെങ്കിലും കള്ളു കുടിക്കും, മരിച്ചാലും ജീവിച്ചാലും ജനിച്ചാലും എല്ലാം നമ്മൾ ലഹരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുന്നത്, നമ്മുടെ സമൂഹം ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ എവിടെയും ലഹരിയുടെ അതിപ്രസരമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയം തന്നെയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ പോലെ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ലഹരി എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. വളരെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം, നല്ലൊരു ഭാവി ഉണ്ടാവാം, നല്ലൊരു ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയും. നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രസ്സിന് നമ്മുടെ ബാക്കിയെല്ലാം ഇതിനെ സഹായിക്കാനുള്ള ഒരു നൈതികമായ ഒരു കർത്തവ്യമുള്ളതുകൊണ്ട് സാറ് പറഞ്ഞ സാറിൻ്റെ ചാനലും ഇതുപോലെ ഒരു ദൗത്യം ഏറ്റെടുത്ത് തീർച്ചയായിട്ടും അഭിനന്ദനമാണ് അർഹിക്കുന്നതാണ്.
SKN14 കണ്ടപ്പോൾ ഞാൻ കൃഷ്ണപ്രസാദിനോട് ചോദിച്ചു, ശ്രീകണ്ഠൻ നായർ സാറിനെ കണ്ടാൽ 40 വയസ്സ് ഇപ്പോഴും പറയുകയുള്ളെങ്കിലും ഇത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അല്ല അത് പറയണ്ട. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമ രംഗത്ത് അദ്ദേഹം എത്തിയതിൻ്റെ 40 വർഷമാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതിലേറ്റവും കൂടുതൽ ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് പോലീസാണ് ശരിക്കും കാര്യം. ഇതുപോലെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ട് ശരിക്കും ഞങ്ങൾക്കാണ് ഇതിൻ്റെ ഒരു ഗുണമുണ്ടാവുന്നത്. നെയ്യപ്പം തന്നാൽ രണ്ടുണ്ട് ഗുണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗുണം തീർച്ചയായിട്ടും ഈ ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഗുണം പോലീസിന് തന്നെയാണ്. കാരണം സമൂഹത്തിൽ അക്രമ പ്രവർത്തനങ്ങൾ ഇല്ലാതാവുന്നതിന്റെ പ്രയോജനം അനുഭവിക്കപ്പെടുന്ന ഒരു വിഭാഗം ഞങ്ങൾ തന്നെ പോലീസാണ്. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും നേരുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. എന്തായാലും സർക്കാരിന്റെയും പോലീസിന്റെയും നമ്മുടെ ഓരോ കുടുംബനാഥന്മാരുടെയും കുടുംബനാഥകളുടെയും തലവേദന കുറയ്ക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ഇനി നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറാണ്. സാർ, അച്ചായ എന്തുപറ്റി? ആദ്യമേ ഞാൻ നിങ്ങളോടൊരു ക്ഷമ ചോദിക്കുകയാണ്. ശബ്ദമൊക്കെ പോയി. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നല്ലതുപോലെ മഴ പെയ്യുന്നു, എത്ര ആളുകൾ നിൽക്കും എന്ന് ഞാൻ നോക്കുകയായിരുന്നു. കാര്യം നമ്മളെ നേരിടുന്നൊരു വലിയ പ്രശ്നമുണ്ട്. അതിനുപരി ആദ്യം ഒരു സംശയം മാറട്ടെ. നമ്മുടെ SHO ചോദിച്ചല്ലോ, എനിക്ക് 65 വയസ്സ് കഴിയും. 65 വയസ്സ്. അപ്പോൾ ഞാൻ ഈ ഇലക്ട്രോണിക് മീഡിയയിൽ വന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞു. നിങ്ങളിൽ കുറച്ച് പേർക്കൊക്കെ അറിയുന്ന പോലെ ഈ 65 വയസ്സ് ഞാൻ നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് മമ്മൂട്ടിയും മോഹൻലാലിനെയും പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവരുടെ പ്രായം കൂടെ അവർ പറയട്ടെ. പക്ഷേ അവരിതുവരെ പ്രകോപിതരായിട്ടില്ല. ഈ വേല നിങ്ങടുത്ത് വേണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഞാൻ രജനീകാന്തിൻ്റെ ഫാനാണ്. പുള്ളിക്കാരൻ പ്രായമൊക്കെ പറഞ്ഞല്ലേ നടക്കുന്നത്. അതിലെങ്കിലും ഒരു കണക്കില്ല. നമ്മുടെ കാലിന് കടച്ചിലൊന്നും ഇല്ലാത്തിടത്തോളം കാലം മനസ്സ് ചെറുപ്പമായി നിൽക്കും. പക്ഷേ സെല്ലിന് അത്യാവശ്യം തേയ്മാനമൊക്കെ ഉണ്ട്. നിങ്ങൾ ചിലക്കൊക്കെ അറിയുന്ന പോലെ ഞാനൊരു സ്വതന്ത്ര പത്രപ്രവർത്തകനായിട്ടാണ് എൻ്റെ ജീവിതം ആരംഭിച്ചത്. അതൊക്കെ കുട്ടിയെ 10-58 കൊല്ലമായി ഇപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു കോളേജിൽ പോയി. തൃശ്ശൂരിലൊരു കോളേജിൽ, കേരളവർമ്മ കോളേജിൽ. അവിടെ കുറച്ച് കാലം അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആകാശവാണിയിൽ പോയി. അവിടെ പല പോസ്റ്റുകളിലായിട്ട് ഇങ്ങനെ പല റേഡിയോ സ്റ്റേഷനിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഏഷ്യാനെറ്റിലും മഴവിൽ മനോരമയിലും കുറേ കാലം പ്രോഗ്രാം ചെയ്യാൻ സൂര്യയിലും ഏറ്റവും അവസാനം ഫ്ലവേഴ്സിലും പിന്നീട് 24-ലൊക്കെ ആയി അങ്ങനെ ഒരു കരിയർ ജീവിതമാണ്. ഈ മഴ സമയത്ത് ഞാൻ അതൊന്നും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ലൈവ് ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷമാണ് ഇത് ആരംഭിച്ചത്. അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോഴും അദ്ദേഹം ചില നിലപാടുകൾ എടുത്ത കാര്യം അദ്ദേഹം പറയുമ്പോഴും ഒന്നും ഞാൻ വിചാരിച്ചു കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ചില MDMA പോലുള്ള രാസലഹരി വിൽക്കുന്നുണ്ട്, കുറേ കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നുണ്ട്, അപ്പോൾ പോലീസ് അതൊക്കെ നോക്കുന്നുണ്ട്, എക്സൈസ് റെയ്ഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ 1-2 ജില്ലയിൽ പര്യടനമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു 3% നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ 300% കേരളത്തിലെ പല കേന്ദ്രങ്ങളിലും രാസലഹരിക്ക് കുട്ടികൾ അടിമകളാണ്. നമുക്ക് ഏറ്റവും മനസ്സിലാകാതെ പോകുന്ന കാര്യം ചെറിയ ചെറിയ കുട്ടികൾ, അതായത് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ പോലും MDMA എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലഹരിയാണ്. നമ്മളൊരു പക്ഷേ കോവിഡിന് ശേഷം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മിക്ക കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെ തന്നെ ഇതിൽ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരിക്കുന്നു. അമ്മമാർക്ക് പേടി വന്നു തുടങ്ങി, ഭീതിയായി. പുറത്തു പോകുന്ന മകൻ തിരിച്ച് വീട്ടിൽ കയറുന്ന സമയത്ത് അവൻ കൊലക്കത്തിയുമായിട്ട് വരുമോ എന്ന് ഭയപ്പെടുന്ന അമ്മമാരുണ്ട്. അവരാശങ്കപ്പെടുന്നു. കോഴിക്കോട് വടകരയിൽ ഒരു അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്. രാത്രിയിൽ പുറത്തിറങ്ങിപ്പോയ മകൻ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവൻ്റെ മുന്നിൽ വാതിൽ തുറക്കാൻ എനിക്ക് പേടിയാണ്. അവൻ കൊലക്കത്തിയുമായിട്ട് വരുമോ, എന്നെ വേറെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയാണ്. MDMA എന്ന് പറയുന്ന ലഹരി നമ്മുടെ SHOയ്ക്കൊക്കെ അറിയാം. അത് നിരന്തരമായി കഴിക്കുന്ന ആള് അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത മനോരോഗം ബാധിച്ച ആളിനേക്കാളും കുഴപ്പത്തിലാകും. അവൻ്റെ തലച്ചോറ് പൊളിഞ്ഞു പോകും.
അവൻ്റെ ശരീരം വല്ലാത്ത ഇത് ചെയ്യും, അവൻ്റെ കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വരും, അവന് മുന്നിൽ നിൽക്കുന്ന അമ്മയാണോ പെങ്ങളാണെന്നോ മനസ്സിലാകില്ല, അവൻ എവിടെയാണ് നിൽക്കുന്നത്, അവൻ്റെ ജീവിതം ഈ അണ്ടകടാകത്തിൽ എങ്ങനെയാണെന്ന് പോലും അവന് മനസ്സിലാകില്ല. ഒരുപക്ഷെ ഒരുപാട് ചിന്തകൾ, സ്വപ്ന ചിന്തകൾ, ഹാലുസിനേഷൻസ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം അപകടകരമായ ഒരു രാസലഹരിയാണ് MDMA. ചില വിദഗ്ധർ പറയുന്നത് 7 കൊല്ലം മാത്രമേ MDMA കഴിച്ച് ശീലമുള്ള ഒരാളിന് ആയുസുള്ളൂ എന്നാണ്. പരമാവധി പോയാൽ ഒരു 12 കൊല്ലം വരെ. ഈ 12 കൊല്ലം എന്ന് പറഞ്ഞാൽ അവസാന ഊർത്തനെടുക്കുന്നത് വരെ അവൻ നാറാണക്കല്ല് പിഴുതായിരിക്കും ജീവിക്കുന്നത്. അത്ര അപകടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. കോവിഡായ കാലത്ത് നമ്മൾ ഒരുപാട് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെ എല്ലാം വാങ്ങിക്കൊടുത്തു കുട്ടികൾ പള്ളിക്കൂടത്തിലേക്ക് പോകുമ്പോഴൊക്കെ സർവതന്ത്ര സ്വതന്ത്രരായി, പുതിയ ബന്ധങ്ങൾ, കമ്പനികൾ എല്ലാമായി. പക്ഷേ നമ്മുടെ നാട്ടിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ പോലീസുകാരും നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പിലാക്കാനേ പറ്റില്ല. കാരണം നമ്മുടെ കുട്ടികളൊക്കെ തന്നെ പഴയതുപോലെയല്ല. അവർ നമ്മളോട് റെസിസ്റ്റ് ചെയ്യും. എന്താ മോനെ ബാഗിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൗകര്യമുള്ളതാണ് എന്ന് പറയുന്ന കുട്ടിയാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂജൻ എന്ന് പറഞ്ഞാൽ അവൻ ന്യൂജനാണ് എല്ലാ അർത്ഥത്തിലും. പ്രായമായവരോട് ഒരു ആദരവോടെ പെരുമാറണം. ഈ അച്ചായനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഈ അച്ചായനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹവും ആദരവുമാണ്. അതൊക്കെ നമുക്കൊരു പുതിയ ന്യൂജനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഭയങ്കര പാടാ. ചങ്ങനാശ്ശേരി മൊത്തം സ്വന്തമായിട്ട് അച്ചായനാണ് ഇത്. ബാക്കിയുള്ളൂ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക്. അതെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നമ്മളൊരു 30 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പര്യടനമാണിത്. കേരളം അൺലേൺ കേരള എന്ന് പറയില്ലേ, അതായത് കേരളത്തെ നമ്മൾ പുറത്തു നിന്ന് കാണുമ്പോൾ കേരളം പരമശാന്തമാണ്. എല്ലാ നഗരങ്ങളും ശാന്തമായി ഇങ്ങനെ പോകുന്നു, നമ്മുടെ നദികളൊക്കെ ശാന്തമായി ഒഴുകുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് കയറുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ശാസ്താംകോട്ട DB കോളേജിൻ്റെ മുന്നിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു മുളങ്കാടുണ്ട്. പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന മുളങ്കാട്, നല്ല മരങ്ങൾ വളഞ്ഞു കുത്തി നിൽക്കുന്നു. അതിനിടയിലൂടെ അങ്ങ് അകലെ സൂര്യൻ ഇങ്ങനെ അവൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിൻ്റെ വശ്യതയൊക്കെ കണ്ട് നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരാൾ പറയുന്നു, ഒരല്പസമയം കൂടെ കഴിഞ്ഞാൽ മറ്റേ ആശാമാർ വരുമെന്ന് പറഞ്ഞു. അമ്മ ആശാമാരാരാണ്? കളരി ആശാനാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, MDMA കുറ്റികൾ വരുമെന്ന് പറഞ്ഞു. അവരിവിടെ 9 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ രാത്രി 8-9 മണി വരെയാണ് മടങ്ങിപ്പോവുക. കുറച്ച് കോളേജ് കുട്ടികളും കുറച്ചധികം സ്കൂൾ കുട്ടികളും അവിടുത്തെ കുറേ പൗരപ്രമുഖന്മാരും കുറേ ആളുകളും ഈ മുളങ്കാട്ടിനകത്ത് കഴിയുകയാണ്. അവിടുത്തെ SHOയ്ക്കും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും അറിയാം. അപ്പോൾ ഞാൻ SHOയോടും ചോദിച്ചു, എക്സൈസുകാരോടും ചോദിച്ചു, കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിനോടും ചോദിച്ചു, എന്താണ് നിങ്ങൾ കർക്കശമായ നടപടിയെടുക്കാത്തത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഈ നിങ്ങൾക്കറിയാം ശാസ്താംകോട്ടയിലെ തടാകം അറിയാം, ശുദ്ധജല തടാകം. ആ നാട്ടിൽ ശുദ്ധമായ വെള്ളം എത്തിക്കുന്നത് വലിയ ലേക്കാണ് ആ തടാകം. അപ്പോൾ ഈ തടാകത്തിനോട് ചേർന്നാണ് ഈ മുളങ്കാട്. ചിലപ്പം കുട്ടികളെ നമ്മൾ പിടിച്ച് ഭീഷണിപ്പെടുത്തിയാൽ, പോലീസുകാർ വിരട്ടുകൊറ്റ ചെയ്താൽ പിള്ളേരെടുത്ത് കായലിൽ ചാടും. പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാർ കനിഞ്ഞു നൽകി തൊപ്പി അങ്ങ് താഴെ പോവും. കാര്യം ഞങ്ങൾ മീഡിയക്കാരൊക്കെ നല്ല പൊലിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് ഞങ്ങൾ പറയും, ഈ സർക്കിൾ ഇൻസ്പെക്ടർ പാരമ്പര്യമായിട്ടുള്ള അക്രമകാരിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എവിടെ ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ അടിച്ചു കളയും. അപ്പോൾ ഈ പേടിയായി അവർക്ക്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പേടിയാണ്. ഞാനപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് ഞാൻ വളരെ പരിമിതമായ മഴയ്ക്ക് മുമ്പിൽ പറയുകയാണ്. നമ്മുടെ കാർഗിൽ യുദ്ധം ഉണ്ടായി. നമ്മുടെ ഒരുപാട് പോലീസ് ഓഫീസർമാർ കാർഗിൽ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മലമുടിയുടെ മണ്ടയിൽ കയറി നിന്ന് പാകിസ്ഥാൻ സേന വെടിവെച്ച് ആൾക്കാരെ നമ്മളങ്ങോട്ട് കയറി ചെല്ലും, അവർ വെടിവെച്ച് താഴെ ഇടും. പക്ഷേ അവൻ ക്ഷീണിക്കുന്നവരെ കയറിക്കൊണ്ടേയിരുന്നു. അവസാനം നമ്മൾ നമ്മുടെ തനിതരം കയ്യിലെടുത്തു. നമ്മുടെ എയർഫോഴ്സിനോട് ഇന്ത്യൻ സൈന്യാധിപനോ പ്രസിഡന്റോ ആരോ ആവശ്യപ്പെട്ടു, കാർപ്പറ്റ് ബോംബിങ്ങിലൂടെ പാകിസ്ഥാൻ സേനയെ തകർത്ത് തരിപ്പണമാക്കി. ഞാൻ പറയാൻ വന്നത്, ഈ മലമുടിയിൽ പാകിസ്ഥാൻകാരൻ ഒളിച്ചിരുന്ന് നമ്മൾ വെടിവെക്കുമ്പോൾ ആൾനാശം ഉണ്ടാകുമെന്ന് കരുതി കാർഗിൽ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഈ കായലിലേക്ക് നിങ്ങൾ ആളുകൾ എടുത്തു ചാടുമെന്ന ഭയത്തിൽ ഈ MDMA പോലുള്ള കാര്യങ്ങൾ ഈ ശാസ്താംകോട്ട പോലെയുള്ള മനോഹരമായ സ്ഥലത്ത്, അതും ഈ DB കോളേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരള സർവകലാശാലയിലെ ഏറ്റവും നല്ല കോളേജുകളിലൊന്നാണ്. പ്രൊഫസർ G ശങ്കരപ്പിള്ള പോലെ നമ്മുടെ നാടക ലോകത്തൊക്കെ വളരെ അറിയപ്പെട്ട ആളുകളും P ബാലചന്ദ്രനെ പോലുള്ള തിരക്കഥാകൃത്തുകളും ഒക്കെ ഉണ്ടായിരുന്നൊരു കോളേജാണത്. എത്രയോ തവണ കേരള സർവകലാശാല യുവജനോത്സവങ്ങളിലെ നാടക മത്സരത്തിൽ ഇവർ 1ാം സ്ഥാനത്തായിരുന്നു. അത്ര പാരമ്പര്യമുള്ള ഒരു കോളേജിൻ്റെ വരാന്തയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണ്. അടൂരിലെ സെൻറ് മേരീസ് സ്കൂളിൻ്റെ വരാന്തയിൽ
പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന പള്ളിക്കൂടത്തിൻ്റെ ഇടനാഴിയിൽ നിറച്ച് MDMA വിൽക്കുന്ന കാര്യവാഹകരാണ്. ആ കുട്ടികൾ പറയുന്നു, യുവന്മാർ വന്നിത് വിൽക്കുന്നെന്ന് മാത്രമല്ല തെറിയും വിളിച്ചാൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അടൂരിലെ SHO പറഞ്ഞിരിക്കുന്നത് എന്തായാലും അത് ശുദ്ധീകരിക്കും. ഈ അടൂരിലും ശാസ്താംകോട്ടയിലും ഇതേപോലുള്ള അപകടം നിറഞ്ഞ സ്ഥലത്തൊക്കെ ബോർഡുകൾ വെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതായത് MDMA എന്ന് പറയുന്ന രാസലഹരി നിന്റെ ജീവിതം എങ്ങനെ പുകച്ചു കളയും എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഒരുപക്ഷെ നമ്മൾ അറിയുന്നതിനേക്കാളും ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ്. കാര്യം ഇവരുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അന്തർദേശീയ മാഫിയ സംഘം കേരളത്തിൽ വന്ന് ഇറങ്ങിയല്ല MDMA വിൽക്കുന്നത്. ഇവിടുത്തെ ആളുകൾ പണമുണ്ടാക്കി, അതായത് കുരുന്നുകളെ കുരുതി കഴിച്ചാലും നമ്മുടെ പാവപ്പെട്ട കുട്ടികളെ തകർത്ത് തരിപ്പണമാക്കിയാലും ജീവിതത്തിൽ ഒരുപാട് പണമുണ്ടാക്കണമെന്ന് ആർത്തി മൂത്തി വട്ടായി പോയ കുറേ ആളുകൾ ബാംഗ്ലൂരു പോലെയുള്ള മഹാനഗരങ്ങളിൽ പോയി അവിടുത്തെ നഗരങ്ങളിൽ നിന്ന് ഇത് കടത്തിക്കൊണ്ടുവരിക കേരളത്തിലേക്ക്. എന്നിട്ട് ഇവർ ഇതിൻ്റെ കാര്യറാക്കുന്ന ആരെയാണ്? ചെറിയ കുട്ടികളെ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചില മുട്ടായികളൊക്കെ നമ്മുടെ ഈ സ്കൂൾ വരാന്തകളിൽ ഇപ്പോൾ ലഭ്യമാണ്, നിങ്ങൾ അറിയണം. അതായത് പാറശാലയിൽ കൂളെന്നൊരു മിഠായിയെക്കുറിച്ച് ഞങ്ങളുടെ വിവരം തന്നപ്പോൾ ഇതേ കൂൾ മിഠായി പത്തനംതിട്ട ജില്ലയിലുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഇവിടെയുണ്ടല്ലേ, ചങ്ങനാശ്ശേരിയിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട 3 ജില്ലകളിൽ ഞങ്ങൾ കടന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാരകമായ രാസലഹരി ഉപയോഗിക്കുന്ന ജില്ല പത്തനംതിട്ടയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കോട്ടയത്തിൻ്റെ കണക്ക് ഞങ്ങൾ എടുത്തിട്ടില്ല, ചങ്ങനാശ്ശേരിയുടെ കണക്കും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഇത് കേരളത്തിലെ ഏതെങ്കിലും നഗരോരങ്ങളിലോ അല്ലെങ്കിൽ ചില ഗ്രാമപ്രദേശങ്ങളിലോ ചില ഓണങ്കറ മൂലകളിലോ മാത്രമായിരിക്കും ഇത്. അങ്ങനെയല്ല. എൻ്റെ കുട്ടിയെന്നോ നിന്റെ കുട്ടിയെന്നോ ഒരു വ്യത്യാസവും നിങ്ങൾ കാണണ്ട. പള്ളിക്കൂടത്തിൻ്റെ അന്തസ്സ് മാത്രം പരിഗണിച്ച് ഇതൊന്ന് പുറത്ത് പറയാത്തവരുടെ കാലവും പോയി. കാരണം MDMA എന്ന് പറയുന്ന മാരകമായ പാക്കറ്റ് വിഴുങ്ങി താമരശ്ശേരിയിൽ ഒരുത്തൻ ആമാശയം പൊട്ടി മരിച്ചു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം പോലീസിനെ കണ്ട് ഭയന്ന് വിഴുങ്ങിയതാണ്. അവൻ്റെ അവസാനം അതോടെയായി. അവസാനം ഊർത്തനെടുക്കുമ്പോഴെങ്കിലും ഈ MDMA എന്താണെന്ന് അവന് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ധാരണ. പിന്നെയും ഒരുവൻ അത് തന്നെ ചെയ്തു. ഞാൻ പറയുന്നത് മരിച്ചവനുള്ള ആദരവ് കുറച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ സമൂഹത്തിലെ സാധാരണ കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പോൾ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇറങ്ങിപ്പോകുന്നു നമ്മൾ അറിയുന്നില്ല. കാര്യം നമ്മൾ തിരക്കിലാണ്. നമ്മൾ മൊബൈൽ ഫോണും ഒക്കെ കുത്തി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളൊരു വഴിപാട് പോലെ ഇറങ്ങിപ്പോകുന്നു. ഏറ്റവും കൂടുതൽ അപകടം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ സ്കൂളിലേക്ക് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയാൽ ആ വഴിക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഓരോ ദിവസവും കൊലപാതകങ്ങൾ കൂടുകയാണ്. സ്വന്തം ബന്ധുജനങ്ങളുടെ നെഞ്ചിലേക്ക് സ്വന്തം അമ്മയുടെ, അച്ഛൻ്റെ, ബാപ്പയുടെ, ഉമ്മയുടെ പള്ളയ്ക്ക് കത്തി കുത്തിക്കയറ്റാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാകുന്നുവെങ്കിൽ അതവർ സ്വയം ചെയ്യുന്നതല്ല. അവരുടെ ഉള്ളിൽ പുകഞ്ഞു കത്തുന്ന ഈ ലഹരി തന്നെയാണ് കാരണം. ഈ രാസലഹരി ഒന്നുമായിട്ടും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ അനാവശ്യമായൊരു ധാരണ പരക്കുന്നുണ്ട്. കഞ്ചാവ് വലിച്ചാൽ അത് തലച്ചോറ് വളരാൻ കാരണമാകും. ശുദ്ധ മണ്ടത്തരവും മടയത്തരവുമാണ്. കഞ്ചാവ് വലിച്ച് ബുദ്ധിവൈഭവം കൂടി ഒരാളും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അത് ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതാണ്. കഞ്ചാവ് കച്ചവടം ചെയ്യുന്നവരും കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളും പറഞ്ഞു പരത്തുന്ന ലോകവിഡിത്തമാണ്. കഞ്ചാവ് നിരന്തരം ഉപയോഗിച്ചാൽ അത് നമ്മുടെ തലച്ചോറിനെ വളർത്തുമെന്നുള്ളത്. ഒരിക്കലും കഞ്ചാവ് വലിച്ചാരും അങ്ങനെ വളർന്നിട്ടില്ല എന്നുള്ളതാണ് നേരെ. പിന്നെ ഒരു ഗുണമുണ്ട്, കഞ്ചാവ് ഒരുപാട് കാലം വലിച്ചു കഴിഞ്ഞാൽ വയസ്സുകാലത്ത് ഈ അച്ചായൻ്റെയൊക്കെ പ്രായം ചെല്ലുമ്പോഴേ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പെട്ടുപോയാൽ ഒരു മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ തേക്കത്തില്ല. അങ്ങോട്ട് കുത്തിവെക്കുന്ന മരുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. അങ്ങനെ ഒരു ഗുണമുണ്ടാവും. മരുന്നൊന്നും ആവശ്യമില്ല, അകാലത്തിലെ ക്രിയ കൂടി പോവാം. കാലയവനികയ്ക്കുള്ളിലേക്ക് പറയാൻ വളരെ എളുപ്പമുള്ള പരിപാടിയാണ് അത്. മാത്രമല്ല ആളുകൾ ഇപ്പം കഞ്ചാവും ചാരായും കൂടെ മിക്സ് ചെയ്ത് ലിക്വിഡാക്കി അടിക്കുന്നുണ്ട്. അതിലും ഒരു സമാധാനം കിട്ടാത്തവരാണ് ഇപ്പോൾ MDMAയിലേക്ക് വഴി മാറിയിരിക്കുന്നത്. കാരണം ഈ രാസലഹരി നിങ്ങൾക്കറിയുന്നത് പോലെ ബംഗളൂരു പട്ടണത്തിലെ ഒരു പോലീസ് കമ്മീഷണർ നമ്മുടെ തന്നെ 24-ൻ്റെ റിപ്പോർട്ടറോട് ചോദിച്ചത് ഈ മലയാളികൾക്കൊക്കെ എന്തിൻ്റെ അസുഖമാണെന്ന് അദ്ദേഹം ചോദിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞ് 10 പേരെ ഏതെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾക്ക് ബംഗളൂരു നഗരത്തിൽ അറസ്റ്റ് ചെയ്താൽ അതിൽ 7 പേരും മലയാളികളായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. വളരെ അസ്വസ്ഥതയോടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മലയാളികൾക്കായിട്ട് ബംഗളൂരു നഗരത്തിൽ ഒരു ജയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ആളുകൾ നഴ്സിങ്ങിനും അതുപോലെയുള്ള കാര്യത്തിനുമൊക്കെ ബംഗളൂരു പഠിക്കാൻ പോകുന്ന കുട്ടികൾ പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ MDMAയിലേക്കൊക്കെ വഴിമാറുകയാണ്. വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണ്. കുട്ടികളെയൊക്കെ നമുക്ക് വെളിനാട്ടിലേക്ക് അയക്കാൻ ഒരു ആവേശമുണ്ട് തീർച്ചയായിട്ടും. ആ സമയത്ത് കുട്ടികൾ വേറൊരു വഴിക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. മാത്രമല്ല ഈ MDMA ഒക്കെ നമ്മുടെ നാട്ടിൽ എത്തിച്ചു തരുന്നത് മലയാളികൾ വഴിയാണെങ്കിലും
ഇതിൻ്റെ ചരട് വിദേശ നാടുകളിലിരിക്കുന്ന ചില വമ്പൻ കക്ഷികളിലാണ്. ഈ അടുത്തിടെ നമ്മുടെ മിടുക്കരായ പോലീസുകാർ പോയിട്ട് താൻസാനിയയിലെ ഒരു വിദ്യാർത്ഥിനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവൻ പണയപ്പെടുത്തിയാണ് ഇതിൻ്റെ ഉറവിടം തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. വലിയ മാഫിയ സംഘങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശത്തേക്ക്, ഈ തിരുട്ടു ഗ്രാമം പോലെയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ കയറിപ്പോയാൽ പോയ വഴിയിൽ ചിലപ്പോൾ തിരിച്ചു വരത്തില്ല. ചിലപ്പോൾ തപ്പി നോക്കുമ്പോൾ സബ് ഇൻസ്പെക്ടറെ കഴുത്തിൽ തല കാണത്തില്ല, അവർ തട്ടിക്കളയും. മാത്രമല്ല അവിടുത്തെ സാധാരണ പോലീസ് സ്റ്റേഷനിൽ പോയി ഇങ്ങനൊരു പ്രതിയെ പിടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒരു ഫോൺ ചെയ്ത് പറയും, കേരളത്തിൽ നിന്ന് മറ്റന്മാർ വന്നിട്ടുണ്ട്, സ്ഥലം കാലിയാക്കിക്കോളാൻ പറയും, മാറിക്കളയും. ഈ ഇടയ്ക്ക് ജാർഖണ്ഡിലും ബീഹാറിലും ബംഗാളിലുമൊക്കെ ഈ കുറ്റവാളികളെ തിരക്കിപ്പോയ ചില പോലീസ് സംഘത്തോട് ഞാൻ രഹസ്യമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് വലിയ പ്രയാസം അവന്മാരെ പോയി പിടിക്കാൻ എന്നാണ്. എന്നാൽ ഈ കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ ഈ ആന്ധ്രയിൽ നിന്നൊക്കെ സ്പിരിറ്റ് ഒഴിയുന്ന ഒരു സമയമുണ്ടായി. സ്പിരിറ്റ് ഇങ്ങനെ ആന്ധ്രയിൽ നിന്ന് നമ്മുടെ ഗംഗയാർ ഒഴുകി വരുന്നതിൽ ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അപ്പോൾ നമ്മുടെ ബുദ്ധിമാന്മാരായ ഏതോ 2-3 പോലീസ് ഓഫീസേഴ്സിൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. അവർ യൂണിഫോം ഇട്ട് ആന്ധ്രയിലേക്ക് പോയി. ആന്ധ്രയിൽ പോയിട്ട് ഈ പൊന്നാവരം കോട്ട പോലെയുള്ള ചില സ്ഥലങ്ങളിൽ അവന്മാർ ഇരിക്കുന്നു. അവരെ കണ്ടുപിടിക്കാൻ തന്നെ പാടാ. അവൻ്റെ ഒരുപാട് കിങ്കരന്മാരെ കടന്നു വേണം ഇവൻ്റെ പൊന്നാവരം കോട്ട കയറാൻ. അപ്പോൾ പൊന്നാവരം കോട്ടയ്ക്ക് അകത്ത് ചെന്നിട്ട് പറഞ്ഞു, അപ്പോൾ ആന്ധ്രയിലും കർണാടകത്തിലും കേരളത്തിലുമൊക്കെ സ്പിരിറ്റ് ഒഴുക്കുന്ന ഒരു മുതലാളിയെ കണ്ടിട്ട് പറഞ്ഞു, നീ സ്പിരിറ്റ് കച്ചവടം ഇവിടെ നടത്തിക്കൂ, നീ കേരളത്തിലേക്ക് ഇത് ഒഴുക്കരുത്, ഒഴുക്കി വന്നാൽ കേസിട്ട് നിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്തെന്ന കേരളത്തിൽ കൊണ്ടുപോയി ജയിലിലിടുമെന്ന് പറഞ്ഞു. ആദ്യം അവൻ തിരിച്ചു വരട്ടാൻ നോക്കി. പക്ഷെ കളി കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ അവനൊരു കാര്യം, അവൻ്റെ ആന്ധ്രയിലെ കച്ചവടം പൂട്ടുമല്ലോ, കർണാടകത്തിലെ കച്ചവടം പൂട്ടും. അതുകൊണ്ട് അവൻ സ്പിരിറ്റ് ഒഴുകുന്നത് നിർത്തി. അവൻ കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊടുക്കാൻ പിന്നെ തയ്യാറായില്ല. അങ്ങനെ കേരളത്തിലേക്ക് ഒഴുകുന്ന സ്പിരിറ്റിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ കഴിയുമെന്ന് അന്ന് ചില പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ഉറവിടങ്ങളിൽ പോയി നമുക്ക് ഈ ഉറവിടം നശിപ്പിക്കണം. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലും സംശയം തോന്നുമെങ്കിൽ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ നിങ്ങൾ സന്ദർശിക്കണം. അവിടെ MDMA സ്ഥിരമായി കഴിച്ച് അവിടെ പെട്ടുപോയ ആളുകളെ കാണാൻ പറ്റും. നമുക്ക് ചില ആളുകളെ കാണുമ്പോഴൊക്കെ വലിയ സങ്കടമാണ്. മനോനില തെറ്റിയ ചില ആളുകളും MDMA കഴിച്ച ആളുകളും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കണ്ടില്ല. ഞാൻ ഈ അടുത്തിടെ ഈ ഒരു നമ്മുടെ ആലപ്പുഴ നഗരത്തിലുള്ള ഒരു ആശുപത്രി പോയപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്റർ കാണണമെന്ന് ചോദിച്ചു. എനിക്ക് സത്യത്തിൽ കാണാൻ താല്പര്യമില്ല. കാരണം നമുക്കവിടെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും, നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ. എന്നാലും ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഡോക്ടറോടൊപ്പം പോയി, ഒരു സൈക്കാട്രിസ്റ്റിനൊപ്പം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ UK പഠിക്കാൻ പോയ, പോസ്റ്റ് ഗ്രാജുവേഷന് പോയ ഒരു പയ്യനെ ഞാൻ കണ്ടു. നമ്മുടെ മമ്മൂട്ടിയെ പോലെ ഇരിക്കും, നല്ല ചുള്ളനൊരു പയ്യൻ. അപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ എനിക്ക് അവനിൽ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നിയില്ല. ഞാൻ അവനോട് കുറച്ചു നേരം സംസാരിച്ചു, കോളേജായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ എന്നോട് ഈ സൈക്കാട്രിസ്റ്റ് പറഞ്ഞു, അവന് സൈക്കോട്ടിക് ഡിപ്രഷനുള്ള ആളാണ്, അവൻ സൈക്കിക് ഇഷ്യൂ ഉള്ള ആളാണ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ മനോരോഗം എന്നൊക്കെ പറയുന്ന സാധനം ആരുടെയെങ്കിലും പിഴവുകൊണ്ട് വരുന്നതാണെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു 500 ജനറേഷൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ജീൻ ഫാക്ടർ പ്രവർത്തിച്ചാൽ നമുക്ക് ഈ മനോരോഗം ഉണ്ടാകും. അതൊരു അസുഖമാണ്. ശാരീരികമായി നമ്മൾ ക്ഷയമെന്നോ ക്യാൻസർ എന്നോ ഒക്കെ പറയുന്നത് പോലെ മനസ്സിനുണ്ടാകുന്ന രോഗനിലയാണ് മനോരോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വലിയ വിദ്യാഭ്യാസം ചെയ്ത് സമൂഹത്തിൻ്റെ ഏറ്റവും ഉയരങ്ങളിലെത്തേണ്ട ഈ ചെറുപ്പക്കാരൻ നല്ല രോഗിയായിട്ട് ഈ രോഗാലയത്തിൻ്റെ അകത്ത് കഴിയുകയാണ്. ഈ ചെറുപ്പക്കാരനേക്കാളും അപകടം പിടിച്ചൊരു മറ്റേ ഇതിലുണ്ട്, MDMA കഴിച്ച ഒരുത്തൻ. അവൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തെള്ളി വരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ മുഖത്താകെ ഒരു നിരാലംബതയാണ്, ഒരു ആശ്രയമില്ലായ്മ, ഹാലുസിനേഷൻ്റെയും വിചിത്രമായ പരിഭ്രാന്തിയുടെയും ഒക്കെ ഒരു മുഖമാണ് അവൻ. കൂടുതൽ ഞാൻ നോക്കി നിന്നില്ല. കാര്യം അവൻ്റെ പ്രായം ചിലപ്പോൾ 25 വയസ്സേ വരൂ. അകാലത്തിൽ ഈ സാധനമൊക്കെ വാങ്ങി കഴിച്ച് അവൻ്റെ ജീവിതം അവൻ തകർത്ത് കളഞ്ഞു. നിങ്ങളത് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ കുട്ടികളൊക്കെ പോകുമ്പോൾ നിങ്ങൾ പണ്ടത്തെക്കാളും എക്സ്ട്രാ കെയർ എടുക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പര്യടനം നടത്താൻ തീരുമാനിച്ചത്? 40 കൊല്ലക്കാലമൊന്നും ഒരാളുടെ ജീവിതത്തിൽ വലിയ കാര്യമൊന്നുമല്ല. ഏത് ജോലി ചെയ്താലും നമ്മൾ ചിലപ്പോൾ നന്നായി ചെയ്താൽ 40 കൊല്ലം കടന്നു പോകും. അപ്പോൾ അതല്ല പ്രശ്നം. നമ്മുടെ നാട്ടിൻ്റെ അടിയന്തരമായ ജീവിത സാഹചര്യം എന്താണ് എന്ന് നോക്കിയപ്പോൾ, ഒരു കണക്ക് അനൗദ്യോഗികമായി എടുത്തു നോക്കിയപ്പോൾ 1 മണിക്കൂറിൽ 10 മുതൽ 14 വരെ പുതിയ MDMA കഴിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു കേരളത്തിലിപ്പോൾ. ഔദ്യോഗികമായി വന്ന കണക്കല്ല ഞാൻ ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് 260 പുതിയ MDMA-കാരുണ്ടായിക്കൊണ്ടിരിക്കുക. പോലീസിനൊക്കെ വലിയ തലവേദനയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും. നമ്മൾ ലേറ്റായിപ്പോയി, തീർച്ചയായിട്ടും ലേറ്റായിപ്പോയി കേട്ടോ. നമ്മളിതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഇഷ്ടംപോലെ രാഷ്ട്രീയവാദങ്ങൾ പൊട്ടിമുളക്കുന്ന സംസ്ഥാനത്ത് ഇതൊന്നും ആരും ചർച്ച ചെയ്തില്ല. മാത്രമല്ല ഈ ലഹരിക്കെതിരായ യുദ്ധം എന്നൊക്കെ നിയമസഭയിൽ പറയുമ്പോൾ
നിയമസഭയിൽ ഇരുന്ന് കേൾക്കാൻ തന്നെ എത്ര ആൾക്കാരുണ്ടെന്ന് സംശയമാണ്. നമ്മുടെ പൊതുവേദികളിൽ എത്ര ചർച്ച ചെയ്യപ്പെട്ടു? ഇല്ല. നമ്മുടെ നാട്ടിൽ വലിയ വലിയ കീർവാണ പ്രസംഗങ്ങൾ നടത്തിയ എത്ര നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെയൊന്നും കുറ്റപ്പെടുത്തുകയല്ല. കാരണം ഇത് ഇത്രയും ആഴത്തിലുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് പോലും മനസ്സിലായത്, അതായത് എത്രയോ വാർത്തകളുമായി വാർത്താമുറികളിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് പോലും മനസ്സിലായത് നമ്മളിങ്ങനൊരു യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ്. ആളുകളോട് നേരിട്ട് സംസാരിച്ചപ്പോഴും, ചില അമ്മമാരോട് നേരിട്ട് സംസാരിച്ചപ്പോഴും, ചില പ്രിൻസിപ്പൽമാരോട് സംസാരിച്ചപ്പോഴും ഒക്കെയാണ്. ഒരു കോളേജിൽ ഞങ്ങൾ പോയി. ആ കോളേജിൽ 15നും 20നും മധ്യേ MDMA കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ 7 പേർ പെൺകുട്ടികളാണ് എന്ന സത്യവും പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് ഷോക്കേറ്റ് പോയി. നമ്മുടെ പെൺകുട്ടികളൊക്കെ MDMAക്ക് അഡിക്റ്റ് ആകുക. അതിലൊരു പെൺകുട്ടിയുടെ കാര്യവും പറഞ്ഞു. 1 മണിക്കൂർ ദൈർഘ്യത്തിലുള്ളൊരു ക്ലാസ് മുറിയിൽ അവൾക്ക് ഇരിക്കാൻ പാടാ. 20 മിനിറ്റ് ആകുമ്പോൾ അവൾക്ക് ആകെ ഒരു വിഭ്രാന്തിയാണ്. ഇത് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് പുറത്തു പോകുന്നു. ഏതെങ്കിലും മരച്ചില്ലകൾക്ക് പിന്നാലെ നിന്ന് ഈ ചേട്ടന്മാരെ സഹായിക്കും, കൊടുക്കും, കഴിക്കും, വീണ്ടും ക്ലാസ് മുറിയിലേക്ക് മടങ്ങി വരും. ആൺപിള്ളേരാണെങ്കിൽ ജനാല വഴി അങ്ങ് പുറത്തു പോകും. അവർക്ക് പിന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമാണല്ലോ. നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ നിങ്ങളിനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന അധ്യാപകർ പോലും ഒരു വിദ്യാർത്ഥിയെ ശാസിക്കുകയോ ചെറിയൊരു ഓലക്കഷ്ണം എടുത്ത് ഒരു ചെറിയ തല്ല് ഊരെ കൊടുത്താലോ, നമ്മൾ കത്തിയെടുത്തുകൊണ്ട് പള്ളിക്കൂടത്തിൽ അവനെ അന്വേഷിച്ചില്ലും ഈ അധ്യാപകന്. എൻ്റെ കുട്ടിയെ തൊടാ, നീ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് അലറി വിളിച്ച് ചെല്ലും. നമുക്ക് അബദ്ധം അവിടെയാ പറ്റിയത്. ഹൈക്കോടതി വരെ പറഞ്ഞു ഈ അടുത്തിടയ്ക്ക് അധ്യാപകരുടെ ചൂരലൊന്ന് കയ്യിലെടുത്തോളാൻ. ചൂരലും പിടിച്ചു നടക്കുന്ന അധ്യാപകനെ കുട്ടികൾക്ക് ഭയമായിരുന്നു. നമ്മളൊക്കെ ആ തലമുറയിൽ വളർന്നവരാണ്. ഒരു അധ്യാപകൻ്റെ 2 തല്ല് നന്നായി കിട്ടിയാൽ നമ്മൾ വീട്ടിൽ പറയത്തില്ല, കാര്യം വീട്ടിൽ നിന്ന് ബാക്കി കിട്ടും. അതുകൊണ്ട് നമ്മൾ മിണ്ടത്തില്ല വീട്ടിൽ പോയി. മാത്രമല്ല, എന്നെ നന്നായി തല്ലി വളർത്തിയ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊരു ചെറിയ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ആ കടയിൽ വന്നിരിക്കും ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ ചായ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ലേശം പഞ്ചസാര അധികം ഇട്ട് കൊടുക്കും. ഒരു ദിവസം അങ്ങനെ ചോദിച്ചു, നീ എന്തോടെ എന്നെ കൊല്ലാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു. നിന്നെ ഞാൻ അടിച്ചിട്ടുള്ള അതല്ല സാറേ, സാറ് നല്ല മധുരത്തിൽ ചായ കുടിക്കണം, കാര്യം സാറ് അടിച്ച അടിയുടെ ഇഫക്റ്റാണ് എൻ്റെ ഊരയിൽ ഇപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞു. കാര്യം നമ്മൾ ശരിക്കും നമുക്കൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്ന പോലെയാണ് ഒരു അധ്യാപകൻ്റെ അടി കിട്ടിയാൽ. നിങ്ങൾ അധ്യാപകരെ തിരക്കി സ്കൂളിൽ പോവുകയേ ചെയ്യരുത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരിക്കലും നമ്മുടെ കുട്ടിക്ക് അടി കൊടുത്തു എന്നതിൻ്റെ പറഞ്ഞിട്ടോ കുട്ടികളെ അടിക്കാൻ പാടില്ലെന്നൊക്കെയാണ് നിയമം. എനിക്ക് തോന്നുന്നു നമ്മുടെ മനുഷ്യാവകാശവും എല്ലാ കാര്യങ്ങളും കുറച്ചു കാലം മിണ്ടാതിരിക്കണം. കാരണം നമ്മൾ ഈ അവകാശമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കോട്ട് MDMA ഒഴുകി നാട്ടുകാർ മൊത്തം മൂക്കൂത്തി വീണിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജനാധിപത്യ വിശ്വാസി തന്നെയാണ് ഞാൻ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, നമ്മൾ ഇഷ്യൂ അല്ലാത്ത കാര്യങ്ങളിൽ വിവാദം ഉണ്ടാക്കും. നോൺ ഇഷ്യൂ ആണ് നമ്മൾ വിവാദം ഉണ്ടാക്കുക. വേണമെങ്കിൽ ഇപ്പം നമ്മളിപ്പം ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഒരാൾ പരസ്യമായിട്ട് മൂത്രമൊഴിച്ചു. കേരളത്തിലെ ചാനലുകൾ മുഴുവൻ അത് വാർത്തയാക്കും. അയാളവിടെ മൂത്രമൊഴിക്കുന്ന ഈ രാജ്യത്തിന് ഏറ്റവും വലിയ പ്രശ്നം ആലോചിച്ച് നോക്കിയാൽ, ആ സമയത്താണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് 4 കുട്ടികൾ MDMA അടിച്ച് തകർന്ന് വഴിയോരത്ത് കിടക്കുക. അപ്പം നമ്മൾ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, കാര്യക്കേടിനെ നമ്മൾ അവഗണിക്കുക, ഇഷ്യൂവിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക, നോൺ ഇഷ്യൂവിനെ നമ്മൾ അവഗണിക്കുക. അത് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ എനിക്ക് അറിയാൻ കഴിയുന്നത് 3 വിഭാഗത്തിനായി ഇത് ജോലി. ഒരു കുട്ടി ഏറ്റവും നന്നായിട്ട് അറിയാൻ കഴിയുന്ന ആർക്കാണ്? വീട്ടിലെ മാതാപിതാക്കൾക്കാണ്. കാര്യം കുട്ടി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി കുട്ടി പലതും മറന്നുപോയാലും നമ്മുടെ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ എൻ്റെ മകളെ എടുത്ത് എൻ്റെ നാട്ടിൽ വണ്ടി കിട്ടാത്തൊരു ദിവസം ഒരു 104 ഡിഗ്രി പനി ബാധിച്ചപ്പോൾ 3.5 കിലോമീറ്ററോളം എൻ്റെ മകളെ തോളിലിട്ട് ഞാൻ ഓടിയിട്ടുണ്ട്. എൻ്റെ മകൾ ചിലപ്പോൾ അത് മറന്നുപോകും. പക്ഷേ ജീവിതത്തിൽ നമ്മൾ ആ ഓട്ടം മറക്കുമോ? 3.5 കിലോമീറ്ററൊക്കെ നമ്മൾ ഓടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ എത്രയോ ആളുകൾ, ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളെ മനസ്സിലാക്കിയില്ലെന്ന് വരും. കുറച്ച് കഴിയുമ്പോൾ ഇവർ വളർന്ന് ഇവരുടെ കുട്ടികളെ ഇവരെ അവഗണിച്ച് തുടങ്ങുമ്പോൾ ഇവർക്ക് നമ്മളെ മനസ്സിലായി തുടങ്ങും. അപ്പോഴേക്കും വല്ലാതെ നേരം വൈകിപ്പോകും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ ചില അനാഥാലയങ്ങളൊക്കെ ചെല്ലുമ്പോൾ, പത്തനാപുരം ഗാന്ധി ഭവനിൽ ചെന്നപ്പോൾ മലയാളത്തിലെ അറിയപ്പെട്ട ഒരു നടൻ്റെ മുഖഭാവമുള്ള ഒരു അമ്മ അവിടെ ഇരിക്കുന്നു. നല്ല ഐശ്വര്യമുള്ളൊരമ്മ, ഒരു തറവാടി. ഞാൻ ചെന്ന് അടുത്തെന്ന് വെച്ചാൽ, അമ്മ എവിടെയോ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല മോനെ എന്നെ കണ്ടിട്ടില്ല. അമ്മ ഒളിച്ചോടാൻ തുടങ്ങി. ഞാൻ ഇല്ല അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ പറഞ്ഞു ഇല്ല കണ്ടിട്ടില്ല. അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് എന്നെയല്ല കണ്ടിട്ടുള്ളത്, ഇന്നാരെ എൻ്റെ മോനെയാ എന്ന് പറഞ്ഞു. മോനാരാ? അമ്മ പറയത്തില്ല. അവസാനം അറിയുന്നു നമ്മളുടെ സ്ക്രീനിലൊക്കെ നമ്മൾ തിളങ്ങി നിൽക്കുന്ന ഒരു നടൻ്റെ അമ്മയാണത്. അപ്പോൾ ഈ അമ്മയെ കൊണ്ട് ഈ അനാഥ മന്ദിരത്തിലേക്ക് ചവിട്ടി തള്ളിയിരിക്കുക ഈ മകൻ. ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ നടനെ ഫോണിൽ വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ അമ്മയെ കണ്ടായിരുന്നു അനാഥ മന്ദിരത്തിൽ, എന്തിനാ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കാര്യം ഇവരൊക്കെ മോഡലാണ് നമുക്ക്. ഈ നടനൊക്കെ നമ്മുടെ മോഡലാണ്. നമ്മളൊക്കെ പലപ്പോഴും അഭിമാനത്തോടെ പറയുന്ന നടൻ. നിങ്ങൾ ആരും എന്നോട് പേര് ചോദിക്കരുത്, അടിച്ചു കൊന്നാലും ഞാൻ ആ നടൻ്റെ പേര് പറയില്ല.
കാര്യം ആ നടൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? നിങ്ങൾ മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഭാര്യയും അമ്മയും തമ്മിൽ യോജിക്കത്തില്ല. പിന്നെ ഞാനെന്തോ ചെയ്യും? ഭാര്യയെ കൊണ്ട് വിടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അമ്മയെ ചവിട്ടി തള്ളി അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് 74 വയസ്സുണ്ട്. 74 വയസ്സായ അമ്മയെ നേരെയാക്കാൻ ആർക്കും പറ്റത്തില്ല. അമ്മ അങ്ങനെ പോകൂ. 29 വയസ്സുള്ള ഭാര്യയെ വേണമെങ്കിൽ നേരെയാക്കാമായിരുന്നു. അതിനയാൾ ശ്രമിച്ചില്ല. ഭാര്യ തൊഴിക്കുന്നുള്ളതുകൊണ്ട് ഭാര്യ അവിടെ നിർത്തി. അമ്മയെ കൊണ്ട് അവിടെ ചവിട്ടി തള്ളി. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നട തള്ളുന്ന ആൾക്കാരില്ലേ? അമ്മയെ വേണ്ടാതെ. ഈ അടുത്തിടെ ഒരു മനോരോഗാലയത്തിൽ ചെന്ന് കയറിയപ്പം അവിടുത്തെ ഡോക്ടർ എന്നോട് പറയാ, ഇവിടെ 38 പേര് രോഗം ഭേദമായവരുണ്ട് സാറേ, കൊണ്ടുപോകാൻ ആളില്ല, സാറിന് വേണമെന്ന് ചോദിച്ചു. വില കുറച്ചിട്ടിരിക്കുക സാധനം, ഇഷ്ടം പോലെ വില. ബാക്കി സാധനങ്ങൾക്കൊക്കെ വിലക്കയറ്റമാണ്. മനുഷ്യന് ഒരു വിലയുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ക്രൂരബുദ്ധിയുള്ള ആൾക്കാർ ലോകത്ത് വേറെ എവിടെയെങ്കിലും, മൃഗങ്ങൾ പോലും. ഈ ഇടയ്ക്ക് ഒരു ആനയുടെ ദൃശ്യം 24 കാണിച്ചായിരുന്നു. ഒരു ആന വീഴാൻ തുടങ്ങും, മറ്റേ ആന അതിന് സഹായിക്കുക. 2 ആനകൾ തമ്മിൽ. ഈ ആനയ്ക്കുള്ള വിവരം പോലും നമുക്കില്ലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതുകൊണ്ടാണ് നമുക്ക് കാലം കാത്തുവച്ച ഒരു ശിക്ഷയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലാതെ വിടണം. കാരണം നമ്മൾ അതിര് വിട്ട് കളഞ്ഞു. നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു പെൺകുട്ടി വീട്ടിൽ വളരുമ്പോൾ അവളുടെ മനോനിലയിലും മാനസിക ഭാവത്തിലും അവളുടെ ബോഡി ലാംഗ്വേജിലും ഒക്കെ ഉണ്ടാക്കുന്ന മാറ്റം ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് അമ്മ വളരെ ക്ലോസ് ആയിട്ട് അവളെ ശ്രദ്ധിക്കണം. അതേസമയം ഈ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവുകയും ചെയ്യരുത്. അവരറിയാതെ അവരുടെ ഫോണിൽ നിങ്ങൾ നോക്കണം. കാരണം എന്താണെന്ന് അറിയാം, ഈ വാട്സപ്പിലൊക്കെ വലിയ അപകടകാരികളായ ആൾക്കാരുണ്ട്. വാട്സപ്പിനൊക്കെ ഭയങ്കര സാധ്യതകളാണ്. പക്ഷേ നമ്മളതിൻ്റെ ഏറ്റവും വലിയ നാശത്തിലാണ് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. വാട്സപ്പ് വഴിയാണ് എല്ലാം. അപ്പോൾ ചെറിയ ആൾക്കാർ പ്രണയം നടിച്ചൊക്കെ ചെറിയ പെൺകുട്ടികളെ വളച്ചെടുക്കാൻ വേണ്ടി അവൻ ഐസക് ന്യൂട്ടൻ്റെ അത്രയും തലയുള്ളവനാണ്, അവൻ ലോകത്തെ മൻമോഹൻ സിംഗിനേക്കാളും ധനതത്വശാസ്ത്രം അറിയാവുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മുടെ പെൺകുട്ടികളെ ഇത് കേട്ട് ഇറങ്ങി പൊക്കളയും. നമ്മൾ അവരോട് സംസാരിക്കുന്നില്ല. നമ്മൾ കൊടുക്കാത്ത സ്നേഹം വഴിയോരത്ത് കണ്ട ഒരുവരിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിച്ച് പിള്ളേർ ഇറങ്ങിപ്പോകും. 4 ദിവസം കഴിയും ഇവരും അറിയും. അപ്പം നമുക്ക് ഈ കുട്ടികളോട് സംസാരിക്കാനും അവരോട് പണ്ട് നമ്മൾ കാണിച്ച വാത്സല്യം ഒന്നുകൂടി ഉറപ്പിച്ച് പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയണം. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ നമ്മൾ തന്നെ ഓഫ് ചെയ്ത് വെക്കുക. ആദ്യം ഇതിൽ സംസാരിക്കുക. പിന്നീട് രണ്ടാമത്തെ ജനം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലാണ്. അധ്യാപകർ ഓരോ 40 കുട്ടികളോ 50 കുട്ടികളോ ഉള്ള ഒരു ക്ലാസ് മുറിയിൽ ഒരു അധ്യാപകരും മോണിറ്റർ, ഒരു PTA അംഗവും ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഈ കുട്ടികളെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കണം. നമുക്ക് ഈ MDMA കഴിക്കുന്ന ഒരാളെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. അവൻ്റെ മുഖത്തൊന്ന് നോക്കിയാൽ മതി, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി. അവൻ കണ്ണങ്ങെടുക്കും. നമ്മുടെ മുഖത്തൊന്നും നോക്കില്ല. നമ്മൾ ഇന്നും കൂടെ ഒരാളെ ഞാൻ കണ്ടു, ഒരു പയ്യനെ ഒരു പള്ളിക്കൂടത്തിൽ കണ്ടു. ആ പയ്യനെ കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞു, ഈ പയ്യനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ റെപ്യൂട്ടേഷൻ വലുതായതുകൊണ്ട് അവർ ഉടനെ തന്നെ തിരിച്ചടിച്ചു, അയ്യോ സാറേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല, ഉള്ളൊരു സ്ഥാപനമല്ല, ഇതൊരു മഹാസ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനം ഇല്ലിപ്പോൾ. താൻസാനിയയിൽ ഇരുന്ന് MDMA കേരളത്തിലേക്ക് വിടുന്ന ഒരുത്തരം ഇവിടെ നിന്ന് മഹാസ്ഥാപനം. അവൻ്റെ റഡാറിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ കറൻസി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിച്ചിറക്കുന്ന പണം വേണോ അവന്, അല്ലാതെ അത് എൻ്റെ സ്ഥാപനമോ നിൻ്റെ സ്ഥാപനമോ ഒന്നുമില്ല. അപ്പം ഞാൻ വളരെ നീട്ടുന്നില്ല. കാര്യം ഈ മഴയൊന്നും അല്ലെന്നേ. നമുക്ക് ഈ മഴയ്ക്കപ്പുറം ഒരു വലിയ തീവ്രമായ ഒരു അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ ഒരു പ്രശ്നം ഇങ്ങനെ കത്തിക്കാളുകയാണ്. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും നമ്മുടെ അയലത്തുള്ള കുട്ടികളും വളരെ അപകടത്തിലാകും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. 3ാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസുകാരും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവർക്കിപ്പോൾ വലിയൊരു അവസരം കിട്ടിയിരിക്കുക. ഞാൻ അവരോടൊരു രഹസ്യം പരസ്യമാക്കി പറയുക. ഞാൻ മുഖ്യമന്ത്രിയോട് ഓൾറെഡി പറഞ്ഞു, അങ്ങ് ഉദ്ദേശിക്കുന്നതിനേക്കാളും അങ്ങ് കിട്ടുന്ന സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിനേക്കാളും മാരകമായ ഈ വിപത്ത് ഈ ജനമനസ്സിലേക്ക് ഇരച്ചു കയറി കഴിഞ്ഞു. നമ്മുടെ സമൂഹത്തിൻ്റെ ഓണം കേറ മൂലകളിൽ പോലും MDMA എന്നുള്ള മാരക ലഹരി സ്പ്രെഡായി കഴിഞ്ഞു. ആളുകൾക്കൊക്കെ അതിനോട് താല്പര്യം വന്നു. നമ്മൾ ഈ ഉറവിടങ്ങളിൽ പോയി യുവമാരെ തച്ച് തകർത്താലും ഇത് ഓൾറെഡി അഡിക്റ്റായി പോയ ചെറുപ്പക്കാരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുക? അത് അത്ര എളുപ്പമല്ല. അത്ര പെട്ടെന്നൊന്നും നമുക്ക് സാധാരണ ഒരു പനി 102 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്താൽ പനി കുറയ്ക്കുന്ന പോലെ ഇതങ്ങനെ കുറച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പോലീസുകാർക്കും എക്സൈസിനും കിട്ടിയ അപൂർവ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി വ്യക്തിപരമായി എന്നോട് പോലും പറഞ്ഞത്, പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ ഇക്കാര്യത്തിൽ ആരെയും അനുവദിക്കില്ല. ഒരു കക്ഷി രാഷ്ട്രീയക്കാരനും
ഇതിൻ്റെ പേര് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ SHOയോട് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ പൊതുരംഗത്തുള്ള ചില ആളുകളൊക്കെ തന്നെ ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടെന്നുള്ള സംശയലേശമന്യേ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർക്കും പണം വേണം. പണം ഉണ്ടാക്കാനുള്ള നാണം കെട്ടും പണം ഉണ്ടാക്കിയതിൽ നാണക്കേട പണം തീർത്തുകൊള്ളുമെന്ന് കവിവാക്യമുണ്ട്. അതുകൊണ്ട് അവരും ഇതിന് രഹസ്യമായിട്ട് പിന്തുണ പാടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഫോൺ ചെയ്താൽ വെയ്യടാ ഫോണെന്ന് SHOയ്ക്ക് പറയാം. ഇപ്പോൾ വേണമെങ്കിൽ അയാളെയും കൂടെ തട്ടിയകത്തിടാം, ഒരു കുഴപ്പമില്ല. കുറച്ച് കാലം, ഒരു 4-5 മാസത്തേക്ക് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് പരമമായ സ്വാതന്ത്ര്യമായിരിക്കും. ഈ പ്രശ്നം കഴിഞ്ഞാൽ അതേ പണിയും കൊണ്ടിറങ്ങിയാൽ പോലീസുകാരെ തൊപ്പി പോകും, അത് വേറെ കാര്യം. അപ്പോൾ ഒരു 4 മാസം ഇവർ എൻജോയ് ചെയ്തോണം. ആരും അന്വേഷിച്ച് വരത്തില്ല. ഒരു മന്ത്രിയും ശുപാർശക്കായിട്ട് വിളിക്കില്ല, ഒരു MLAയും വിളിക്കില്ല, ഒരു പൊതുപ്രവർത്തകനും വിളിക്കില്ല. ഈ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്ത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പോലീസ് സ്റ്റേഷൻ. നിയമമാണ് ഈ പോലീസ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ മറ്റാരുമല്ല. ആ പോലീസ് സ്റ്റേഷനിൽ താൻ ചെയ്യുന്ന ജോലി, ഇട്ടിരിക്കുന്ന യൂണിഫോമിൻ്റെ ശക്തിയും സംശുദ്ധിയും മനസ്സിലാക്കി 10 MDMA-കാരനെയെങ്കിലും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ഒരു 4 ഉറവിടം തകർത്ത് തരിപ്പണമാക്കാൻ ഒരു ഓഫീസർക്ക് കഴിഞ്ഞാൽ ഞാൻ ധന്യനായി. ആ കാര്യമാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത്. നിങ്ങളെ ഈ പോലീസിന് അമിതമായ ഒരു പിന്തുണ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. കാര്യം ഇവരുടെ മുന്നിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ചില്ലറ പ്രശ്നമല്ല. അതേസമയം നമ്മൾ ഒന്നിച്ച് നിന്നാൽ, കോവിഡിനെ നമ്മൾ ഒന്നിച്ച് നേരിട്ടവരാണ്. എത്രയോ മനുഷ്യർ കോവിഡ് വന്ന് മരിച്ചുപോയി. കണ്ടപ്പോൾ ഒരു കൊറോണ ഒരു ചെറിയ വൈറസായിരുന്നു. തൃശ്ശൂർക്കാരി ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് ഈ കൊറോണ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓ അതാ കുട്ടിക്ക് വന്നു, ചൈനയിൽ എവിടെ പഠിക്കാൻ പോയി, കൊറോണ വന്നു, അങ്ങ് പോകും, എന്ത് കൊറോണ എന്ന് വിചാരിച്ചു. അവസാനം ഒരു ദിവസം 48 തവണ കൊറോണ 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 എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മൂക്കിടിച്ച് വീണു. നമ്മൾ വെള്ളപ്പൊക്കം വന്നു, പ്രളയമായി, എത്രയോ സ്ഥലങ്ങളിൽ നിന്ന്, മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ വന്നില്ലേ കൈത്താക്കുമായിട്ട്. അപ്പോൾ ഈ വലിയ മഹാദുരന്തങ്ങൾക്ക് മുമ്പിൽ മലയാളികൾ ഒന്നിച്ച് ചെയ്ത ചരിത്രം നമുക്ക് ഈ സമീപകാലത്തുണ്ട്. നമ്മൾ ഒന്നിച്ച് നിന്നാൽ, ഒരേ സ്വരത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ MDMA വിൽക്കാൻ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലിറങ്ങാൻ ഒരാൾ പോലും ധൈര്യപ്പെടില്ല. മലയാളികളുടെ ഇങ്ങനെയുള്ള വിൽപ്പനകൾ നടത്തുന്ന മലയാളികളുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ കഴിയണം, നീ നാട്ടിലേക്ക് വരരുത്. നീ നാട്ടിലേക്ക് വന്നാൽ നിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല, അക്രമത്തിന് പ്രേരിപ്പിച്ചതിന് വകുപ്പെടുത്ത SHO എൻ്റെ പേര് കേസെടുക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ നേരത്തെ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ എൻ്റെ വാക്കുകൾക്ക് ഇത്തിരി മൂർച്ച കൂടിയത് കൊണ്ട് അവിടെ ഇരുന്ന അച്ഛൻ എന്നോട് പറഞ്ഞു, മകനെ നിന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടിയിരിക്കുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതൊരു അസാധാരണമായ സാഹചര്യമാണ് അച്ചു. മുഖ്യമന്ത്രിയൊക്കെ പറയാറില്ലേ, അസാധാരണമായ സാഹചര്യത്തിന് അസാധാരണമായ നടപടികൾ വേണം. കോവിഡ് കാലം അസാധാരണമായ സാഹചര്യമായിരുന്നു, പ്രളയം സാധാരണമല്ലാത്തൊരു സാഹചര്യമായിരുന്നു, ഇതും ഒരു സാധാരണമല്ലാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്ക് അന്തർദേശീയ തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ശൃംഖല നമുക്ക് തകർക്കണം. കഞ്ചാവ് ആരോഗ്യത്തിന് സുഖകരമായ കാര്യമാണെന്ന് ആരെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ നിങ്ങൾ അവനോട് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നോക്കാൻ പറയണം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ചില പാട്ടുകാരും ചില സിനിമാ താരങ്ങളും ചില മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ അത്യാവശ്യം ഈ സാധനമൊക്കെ കഴിക്കുന്നുണ്ട്. ഈ കഞ്ചാവും MDMA-യൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർക്കും ഒരു തോന്നലുണ്ട്, അവരുടെ ഈ പ്രതിഭാ വൈഭവം ഒന്നുകൂടെ ഒന്ന് കത്തി പടരാനും ഒരു അഭിനേതാവിന് അവൻ്റെ അഭിനയ സാധ്യതകളെ കൂടോടെ പുറത്തെടുക്കാനും ഒക്കെ ഈ MDMA സഹായിക്കുന്ന. ആയുസ് അറിയാതെ ചത്തുപോകും, അത്രയേ ഉള്ളൂ. നമ്മളെ ചില നടന്മാർ, എന്നോട് തന്നെ മലയാളത്തിലെ പ്രമുഖനായ ഒരു നടൻ, പേര് ചോദിക്കരുത്, ആ നടൻ എന്നോട് പറഞ്ഞത്, വർഷങ്ങളായിട്ട് ഒരു പുള്ളിക്ക് കഞ്ചാവിൻ്റെ പാരമ്പര്യം ഏതാണ്ട് 40 കൊല്ലത്തോളം, എൻ്റെ അത്രയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കഞ്ചാവ് അടിച്ചാൽ നിങ്ങൾ എവിടെ ചെന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞത്, എൻ്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതെല്ലാം നല്ല കഞ്ചാവ് അടിച്ചിട്ടാന്ന് പറഞ്ഞു. ഞാൻ ഒരു രക്ഷയില്ല, തർക്കിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇനി ഇതിന് വേറൊരു സംഭവം ഉണ്ടാവും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ചുമച്ച് കുരച്ച് എടുത്തോണ്ട് പോകും സ്ട്രെച്ചറിൽ ആശുപത്രിയിലോട്ട്. അപ്പോൾ ചെല്ലുമ്പം ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക, അങ്ങോട്ട് കുത്തി വെക്കും, അതിൻ്റെ ഇരട്ടി സ്പീഡ് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും മരുന്ന്. ആയുസറിയാതെ താൻ ചത്തുപോകുമെന്ന് ഞാൻ പറഞ്ഞു, പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസവും രാവിലെ വാർത്ത വായിക്കാൻ നിൽക്കുമ്പോൾ ഈ മരണപ്പട്ടികയിൽ പുള്ളി ഉണ്ടോ എന്ന് നോക്കാറുണ്ട് ഞാൻ. ഇപ്പോൾ കുറച്ച് ആവശ്യം നിലയില്ല, പക്ഷേ അയാൾ മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. നല്ല ഒന്നാം തരം നടനാ. നിങ്ങൾ അശ്വമേധം കളിച്ച് ഈ നടനാരാന്ന് കണ്ടുപിടിക്കരുത്. GS പ്രദീപിൻ്റെ ഒരു പരിപാടിയില്ലേ, അതിലൂടെ അശ്വമേധം, നമ്മൾ ഒരാളൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഈ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ, ന്യൂസിലല്ലേ ഗോപികൃഷ്ണൻ, എന്തെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അശ്വമേധം കളിച്ച് ആളെ കണ്ടുപിടിച്ചളയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൾക്കാരെ ചില കാര്യങ്ങളെ പറയാവൂ. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പലതും ഉണ്ടാകും. ഇത് താമസിച്ചു പോയതിൻ്റെ കാരണക്കാരൻ ആരാണ് എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങളുണ്ടാകും. അതിനൊന്നും നമുക്ക് നേരമില്ല.
നമുക്കിനി ഒരു MDMA-യിലും കൂടെ ആളുകളെ മുഖം കുത്തി വീഴാതിരിക്കാൻ നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്തുന്ന കുട്ടികളും കുരുന്നുകളും അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും വരെ അഡിക്റ്റ് ആകുന്ന ഒരു സാമൂഹിക സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എന്ത് കാരണത്താലും ആയാലും അത് തടയണം. പ്രചാര വേലകൾ നമ്മൾ ചെയ്യും, നമ്മൾ കൂട്ടായി ചെയ്യും. പോലീസ് പ്രതിരോധത്തിലേക്ക് നീങ്ങട്ടെ. ഞാൻ പറയുന്നത് പോലീസിനും എക്സൈസിനും പോലീസിങ് നടത്താനുള്ള ഒരു സമയമാണിത്. കാരണം അവർക്ക് വളരെ കുറച്ച് സ്റ്റാഫേ ഉള്ളൂ. കേരളത്തിലെ പോലീസുകാരിൽ കുറേ ആളുകൾ സെക്യൂരിറ്റി ആയിട്ട് പോകുന്നു, വളരെ കുറച്ച് പോലീസുകാരേ ഉള്ളൂ. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ ഏറെയാണ്. ഇപ്പം ഞാൻ തന്നെ ഒരു പരാതി കൊടുത്തിട്ട്, എന്തുവാ സാറേ, സാറ് അന്വേഷിക്കുന്നില്ലല്ലോ, സാറിൻ്റെ ഉറക്കമാണെന്നു. സാറിൻ്റെ ഉറക്കം പോയിട്ട് കാലം കുറേയായി. നമ്മൾ എന്തിനു പറഞ്ഞാലും നമ്മൾ പോലീസുകാരെയും പോസ്റ്റ് ഓഫീസുകാരെയും കുറ്റം പറയും. അങ്ങനെയല്ല. പോലീസുകാരിൽ ഒരുപാട് നമ്മുടെ പോലീസ് ഇപ്പോഴും ഞാൻ താമസിച്ചു പോയി എന്ന് പറയുമ്പോഴും നിങ്ങളോട് ഞാൻ മനസ്സ് തുറന്നൊരു കാര്യം പറയാം. കേരളത്തിലെ മിടുക്കരായ പോലീസ് ഓഫീസേഴ്സിൽ ഇപ്പോഴും നമുക്ക് വിശ്വാസമുണ്ട്. അവർക്കിതിനെ ഒരു അവസാനം കണ്ടെത്താൻ കഴിയും. നമ്മൾ പിൻബലം കൊടുത്താൽ മാത്രം മതി. കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വിഖ്യാതരായ പോലീസ് സേന കേരളത്തിൻ്റെതാണ്. നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടാകാം, കാട്ടുകള്ളന്മാർ ഈ സേനയിൽ നുഴഞ്ഞു കയറും. കാര്യം നമുക്കിടയിൽ നിന്നാണ് പോലീസുകാരുണ്ടായിരിക്കുന്നത്. അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത്തരമൊരു പ്രതിസന്ധിയെ നേരിടാൻ കരുത്തും അതുപോലെ ആവേശവും ശക്തിയും പകർന്നു തരാൻ കഴിയുന്ന ഒരു പോലീസ് സേന നമുക്കുണ്ട്, ഒരു എക്സൈസ് സംഘമുണ്ട്, ആഭ്യന്തര വകുപ്പുമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും 300 ഇരട്ടി സമൂഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് വേര് പിടിച്ച ഈ സാമൂഹിക വിപത്തിൻ്റെ നാരായ വേര് പിഴുതെടുക്കാൻ നമ്മുടെ പോലീസ് സേനയും എക്സൈസിനെയും നിങ്ങൾ സഹായിക്കുകയും ഒരേ സ്വരത്തിൽ ഞാൻ ഈ 14 ജില്ലകൾ കടന്ന് കാസർഗോഡ് അവസാനിപ്പിക്കും 30 ദിവസമാകും. ഈ 30-ാം ദിവസം അലകടൽ പോലെ അലറിയടിക്കുന്നൊരു ജനസാഗരം പോലെ നമ്മൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയണം, ഈ നാട് വിട്ടുപോകണം MDMA-യുമായി നടക്കുന്നവൻ. നമ്മുടെ കുട്ടികളോട് ശത്രുത പാടില്ല, അവരെ ചികിത്സിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവരോട് ഒരിക്കലും ശത്രുത പാടില്ല. മാത്രമല്ല, നമ്മുടെ ഒരു ഗവേഷണ വിഭാഗം എനിക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ 24-ന്റെ ഓഫീസിലുള്ള കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമ്മുടെ കൂടെയാണ്. അപ്പോൾ ഈ ഗവേഷണ വിഭാഗം ഈ പ്രശ്നത്തെ ആഴത്തിൽ പഠിച്ച് പ്രായോഗികമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കും നമ്മൾ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ. അത് തിരുവനന്തപുരത്ത് വെച്ചൊരു വലിയൊരു കോൺക്ലേവിൽ ചർച്ച ചെയ്ത് കേരളം എന്താണ് ഈ അവസ്ഥയിൽ എത്തിയതെന്നുള്ള അപഗ്രഥിക്കുന്ന ഒരു കോൺക്ലേവിലൂടെ മുഖ്യമന്ത്രി കൊടുക്കാനാണ് നമ്മുടെ പരിപാടി. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും നല്ല ഇൻ്റലിജൻറ്റ് റിപ്പോർട്ടായിരിക്കണം അതെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങളുടെ എല്ലാം സഹായവും സഹകരണവും നിങ്ങൾക്കറിയുന്ന പോലെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ മഴയൊന്നും കണ്ട് നമ്മൾ പേടിക്കരുത്. മഴയ്ക്കപ്പുറം നമ്മുടെ പ്രശ്നം വളരെ രൂക്ഷമായി തുടരുകയാണ്. ഞങ്ങളൊക്കെ തന്നെ വാർത്ത വായിക്കുന്നത് നല്ല AC റൂമിലിരുന്ന. അപ്പോൾ നമ്മൾ കോട്ടുമൊക്കെ ഇട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് AC റൂമിൽ കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ വാർത്താമുറിയിലിരുന്നാൽ നമ്മൾ ഈ കൊലപാതകമൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഈ വാർത്താമുറിക്കകത്ത് പുറത്തിറങ്ങുമ്പം ഇത്രയും ചൂടുണ്ട്. ഹ്യൂമിഡിറ്റിയൊക്കെ കണക്കാക്കണം. നിങ്ങൾ ദുബായി പോയാൽ 50 ഡിഗ്രിയായി. പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ മണ്ടേ ഞങ്ങൾ കയറി നിൽക്കുമ്പോൾ ചൂട് 39 ഡിഗ്രിയാണ്. ഓ, എന്നാ ചൂടാശാനെ എന്ന് ഞാൻ തന്നെ അറിയാതെ പറഞ്ഞു പോയി. അപ്പം നമുക്ക് ഈ 3-4 ജില്ലകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഈ ചൂട് നമുക്ക് കേൾക്കാതെ വരുന്നു. കാരണം ഈ ചൂടിനേക്കാളും വലിയൊരു മഹാവിപത്ത് നമുക്ക് മുന്നിലുണ്ടെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൻ്റെ ഏതെല്ലാം കോണുകളിൽ കയറാമോ അതെല്ലാം കയറി കഴിഞ്ഞു. ഇപ്പം നമുക്കൊരു ആവേശമാണ്. മാത്രമല്ല, ജനങ്ങളോട് ഇതൊക്കെ പച്ചയായിട്ട് പറയാൻ ആരെങ്കിലും വേണ്ടേ എന്നൊരു തോന്നലാണ് നമ്മുടെ ഈ യാത്ര തുടരുന്നത്. ഈ യാത്രയിൽ നിങ്ങൾക്ക് അണിചേരാൻ കഴിയില്ല പ്രായോഗികമായി എന്നറിയാം. പക്ഷേ നിങ്ങളുടെ പിന്തുണ നമുക്ക് വേണം. 24-ലൂടെയും ഇതിനായി നമ്മളൊരു യൂട്യൂബ് ചാനൽ എക്സ്ക്ലൂസീവായിട്ടുണ്ട്. SKN40 എന്ന് അടിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. അതിനകത്ത് നമ്മൾ കുറേ എന്താണ് ഒരു MDMA കഴിച്ച ഒരാളിന് സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വെളിപ്പെടുത്തലുള്ള കാര്യവിവരമൊക്കെ നമ്മളതിൽ ഉൾപ്പെടുത്തും. നിങ്ങൾ തുടരണം. കാരണം ഈ അപകടം ഒരുപക്ഷെ ഞാൻ നിങ്ങളോടൊരു സ്വകാര്യം കൂടി പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പദയാത്രയായിട്ട് ഇറങ്ങുന്നത്, ഒരു റോഡ് ഷോ ആയിട്ട് ഇറങ്ങുന്നത്. ഇതെൻ്റെ അവസാനത്തെ പദയാത്രയായിരിക്കും. എന്നെയാലും തട്ടിക്കളയുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല, അത് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ചില കൊച്ചു പിച്ചാത്തിയായിട്ട് ചില ഭീഷണിക്കാരൊക്കെ വരും. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഏഷ്യത്തില്ല. നമ്മൾ ഈ മാധ്യമത്തിൽ വർക്ക് ചെയ്യുമ്പം നിന്നെ തട്ടിക്കളയോടാന്ന് ഒരുത്തൻ ഫോൺ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. കാര്യം എന്താ അറിയോ? തട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ കൂടെ ഒന്ന് തട്ടിച്ചങ്ങ് പോയാൽ പോരെ, വിളിച്ചു വരേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് വിളിച്ചു പറയുന്നതും തട്ടത്തില്ല, വിളിച്ച് പറയാത്തതും തട്ടിച്ചു പോവുകയും ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിച്ചോളാം. അതല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് അപകടകരമായ പ്രതിസന്ധികൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പദയാത്ര ആദ്യത്തേതും അവസാനത്തേതും ആകട്ടെ. നിങ്ങൾ കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഘടിതമായി നമ്മളിതിനെ നേരിടും. നമ്മളൊരു ഫലം ഇതിനുണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, ഈ രാത്രിയിൽ മഴയൊക്കെ അവഗണിച്ച് നിങ്ങൾ ഇത്ര നേരം എന്നെ കേട്ടു. വളരെ സന്തോഷം.
നിങ്ങളെല്ലാം ഇന്ന് കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഏമ്പക്കൊക്കെ വിട്ടിരിക്കുമ്പോൾ ഈ നാട് ചെന്ന് കുത്തിമറിഞ്ഞിരിക്കുന്ന ദുസ്ഥിതിയെക്കുറിച്ച് ഒരു 5 മിനിറ്റ് ആലോചിച്ചിട്ട് കിടന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാതിരിക്കാൻ പറ്റും. നല്ല പാചവിട്ടി കീറി നേരം വെളുക്കുമ്പോൾ ഒരു പരിഹാരം നിങ്ങളുടെ മനസ്സിൽ തന്നെ തെളിയും. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് ബൈ. താങ്ക് യു സർ. അപ്പോൾ പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരിക്കാരെ, നിങ്ങളോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. പ്രത്യേകിച്ച് ആയിരിക്കുന്ന ആ ചേട്ടനൊക്കെ ഒരുപാട് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ പനിയൊന്നും വരാതെ സൂക്ഷിക്കുക. കാലൊക്കെ നല്ലപോലെ നനഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കുഴപ്പം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് VPS ലേക്ക് ഷോറിന്റെ ആംബുലൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ആരും ഒന്നും പേടിക്കേണ്ട. പിന്നെ ഈ മഴയൊക്കെ നനഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. അദ്ദേഹം അല്പം മുമ്പ് പറഞ്ഞല്ലോ, ആ തോളത്തിട്ടുകൊണ്ട് 1.5 കിലോമീറ്റർ പോയ മകള് ചാരു. എനിക്കറിയാം സാർ ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി ചാരുവാ. ചാരുവിന്റെ മകന്റെ ബർത്ത്ഡേ ആണ്. മോൻ UKG-യിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഒരു മുത്തച്ഛൻ കൂടെ വേണ്ട സമയമാണ്. പക്ഷേ അതുപോലും ചെയ്യാതെ ഈ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി, കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ ചുരുക്കം സമയമായിരിക്കും ഈ 40 വർഷത്തിനുള്ളിൽ അദ്ദേഹം ചെലവഴിച്ചത്. ഇന്ന് വരെ ഞാനൊരു ജന്മദിനം സാർ ആഘോഷിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു നന്മയ്ക്ക് വേണ്ടിയായിട്ട് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. ഇത്രയും നേരം കണ്ണിമ ചെമ്മാതെ നിങ്ങളൊക്കെ അത് കേട്ടിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് വലിയ ബഹുമാനമുണ്ട്. ഇനി ഡ്യൂട്ടിക്കിടയിൽ നമ്മളോടൊപ്പം വന്നിട്ടുണ്ട് നമ്മുടെ എക്സൈസിലെ രാജേഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യം തന്നെ സോറി പറയാണ്. കാര്യം ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങുന്നത് സാറേ ഇപ്പോഴാണ്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഭാഷ പറഞ്ഞാൽ അവർ ഓണാവുന്നത് ഇപ്പോഴാണ്. ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി, ഒരു ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് നിന്നപ്പോഴാണ് ഞാനിപ്പോൾ എനിക്ക് ഇവിടുന്ന് കോൾ വന്നത് സാർ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ മഴ തുടങ്ങി, പിന്നെ ഓഫീസിൽ വന്ന് യൂണിഫോം ഇട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ്. സാറ് പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ വന്ന തൊട്ട് കേട്ട് ഞാൻ ഈ ചങ്ങനാശ്ശേരിയിൽ ഇപ്പോൾ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ 400ഓളം കേസുകൾ അറ്റൻഡ് ചെയ്യുകയും ധാരാളം പേരൻസുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എനിക്ക് കുറച്ച് കാര്യം, ഞാൻ ഏതാണ്ട് 14ഓളം ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയും, കുട്ടികളെക്കാളും കൂടുതൽ വേണ്ടത് നമുക്ക് പേരൻസിനെയാണ്. പേരൻസിന് ബോധ്യപ്പെടുന്നെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിലോട്ട് വരാൻ പറ്റൂ. ആദ്യമായിട്ട് ഓക്കെ, ഞങ്ങള് ആദ്യം നമുക്ക് ഈ അധ്യാപകരും കാര്യങ്ങളുടെ പറയുകയാണെങ്കിൽ, അധ്യാപകരാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ അധ്യാപകർക്ക് കാര്യം എടുക്കുകയാണെങ്കിൽ അധ്യാപകരുടെ കയ്യിൽ നമ്മുടെ കുട്ടികൾ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കാണത്തുള്ളൂ. ബാക്കി കൂടുതൽ സമയവും കുട്ടികൾ ആരുടെ കൈവശമാണ്? നമ്മുടെ പേരൻസിൻ്റെ കൈവശമാണ്. ഒരു കുട്ടി ജനിച്ച് വീഴുന്നത് അവൻ്റെ മാതാപിതാക്കളുടെ കയ്യിലാണ്. അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഓരോ മാറ്റവും ഏറ്റവും കൂടുതൽ അറിയുന്ന ആരാണ്? നമ്മുടെ പേരൻസ് തന്നെയാണ്. അപ്പോൾ പേരൻസിനാണ് ആദ്യമായി ഈ ബോധവൽക്കരണം വേണമെന്ന് ഞാൻ എല്ലാ സ്കൂളുകളിൽ ചെല്ലുമ്പോഴും ആദ്യം പറയുന്നത്, കുട്ടികളെയല്ല നമുക്ക് വേണ്ടത്, നമുക്ക് പേരൻസിനെയാണ് വേണ്ടത്. പേരൻസിനടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവർ കുട്ടികൾ ശ്രദ്ധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ഓരോരോ കാര്യങ്ങൾ, അതാ ഞാൻ ചോദിച്ചത്, സമയമുണ്ടോ എന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. അത് ഞാൻ ഓരോരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ പിടിക്കുന്ന കേസുകളിൽ ഒരു 90% കേസുകളുടെയും പേരൻസ് സെപ്പറേറ്റഡ് ആണ്. ഞാൻ പറയുന്ന ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞുതരാം. എല്ലാം എൻ്റെ ഈ 15 കൊല്ലത്തിലെ എക്സൈസിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴെല്ലാം ഞാൻ അനുഭവങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. 90%, ബാക്കി 10% നല്ല കുടുംബത്തിൽ നിന്ന് ഉള്ള കുട്ടികളാണ്. ബാക്കി 90%ത്തിൻ്റെയും പേരൻസ് സെപ്പറേറ്റഡ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇപ്പം തന്നെയും ഇന്നും വന്നായിരുന്നു കുറച്ച് കുട്ടികൾ ഇതുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കേസ് എടുത്തപ്പോൾ ഞാൻ ഈ കേസ് എടുക്കുമ്പോൾ കുട്ടികളുമായിട്ടും അവരുടെ ജാമ്യം എടുക്കാൻ വരുന്ന പേരൻസുമായിട്ടൊക്കെ സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളൊരു 5-6 കുട്ടികളെ പിടിച്ച് അതിൽ ഒരു 17-18 വയസ്സുള്ള 3 കുട്ടികളുണ്ടായിരുന്നു. രാത്രി 11 മണിക്കും അവന്മാർ ഞങ്ങളുടെ ഓഫീസിൽ ഇരിക്കുക. ഒരു ആൾ പോലും അവൻ്റെ വീട്ടിൽ നിന്ന് അവനെ അന്വേഷിച്ച് അവൻ്റെ ഫോൺ വിളി വന്നിട്ടില്ല. അവൻ്റെ ഫോണിലോട്ടൊരു വിളി പോലും വന്നിട്ടില്ല. നമ്മളെ കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നും ഒന്നും തിരക്കുന്നില്ല. പിന്നെ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീട്ടിൽ പേരൻസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ഈ പേരൻസ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ ഈ പേരൻസ് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടികളുടെ ഉപബോധ മനസ്സിൽ വരും. ഉദാഹരണമായിട്ട് എനിക്കൊരു മോനാ, അവന് പ്രിമിച്ചർ ബേബി ആയിരുന്ന സമയത്ത് ഇവന് 2-2.5 വയസ്സായിട്ട് ഇവൻ സംസാരിക്കുന്നില്ല. അപ്പോഴ് എൻ്റെ അമ്മ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കൊല്ലത്ത് അന്ന് ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അന്ന് അമ്മ എൻ്റെ അടുത്ത്, ഞാൻ വന്നപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ജോലി കഴിഞ്ഞിട്ടുണ്ടാ മോനെ ഇവൻ സംസാരിക്കുന്നില്ല, അവനെ നമുക്ക് അവിടെ കൊല്ലത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്, നീ ഒന്ന് കൊണ്ട് കാണി. ഈ സൈക്കാട്രിസ്റ്റിന് കേട്ട ഉടനെ എൻ്റെ വൈഫും വൈഫിൻ്റെ അമ്മയും പറ്റത്തില്ല, മോന് ഒരു കുഴപ്പമില്ല, അവന് 2 വയസ്സാണ്, എന്തിനാ സൈക്കാട്രിസ്റ്റ് കണ്ട അതാ മറ്റേതാ എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങി. ഞാനപ്പോൾ വൈഫിൻ്റെ അടുത്ത് നീ എന്തിനാ പേടിക്കുന്നത്,
നമുക്ക് 3 പേർക്കും കൂടെ നമുക്ക് കൊല്ലം വരെ പോവാം, ഒരു മറ്റേ ഡോക്ടർ ജസ്റ്റിനെ കണ്ട് നമുക്കൊരു സിനിമയെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരാം. അങ്ങനെ ഒരുവിധം സമ്മതിച്ച് ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഒരു 2-3 മിനിറ്റ് മോനുമായിട്ട് എന്തോ ഡോക്ടർ സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് വിളിച്ചു. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, മോന് ഒരു കുഴപ്പവുമില്ല, ഇവൻ എന്തു വിചാരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് TV കാണണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ അപ്പം ഇവൻ്റെ ഉപബോധ മനസ്സിൽ ഇവൻ അറിയാതെ തന്നെ ഇവൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നുണ്ട്. ഇവന് എന്തു വേണം എന്നിവൻ ആഗ്രഹിക്കുന്നോ അത് പറയാതെ നിങ്ങൾ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു. 3-ാമത്തെ മാസം ഒരുവൻ നല്ല കിള്ളി പോലെ സംസാരിക്കാന്ന് പറയും. അപ്പം ഞാനിത് പറയാൻ കാര്യം, നമ്മൾ വീട്ടിൽ കാണിക്കുന്ന എന്ത് പ്രശ്നങ്ങളും നമ്മുടെ കുട്ടികളുടെ ഉപബോധ മനസ്സിൽ ചെയ്യും. അതുപോലെ തന്നെ വേറൊരു സംഭവം, ഒരു കൊല്ലം മുമ്പായിരുന്നു. ഇവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണിങ്ങനിട്ടങ്ങ് വെട്ടിക്കും. കണ്ണ് വെട്ടിക്കുന്ന സമയമാകുമ്പം എൻ്റെ അമ്മ, ഒരു മോനായതുകൊണ്ട് ഇവന് ഇച്ചിരി സ്വാതന്ത്ര്യം, വൈഫിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ ഒരു മോനേ ഉള്ളൂ, ആയതുകൊണ്ട് ഇവന് ഇച്ചിരി സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്. 5-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ കണ്ണ് വെട്ടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും വന്നു, അയ്യോ മോൻ എന്തോ കണ്ണിന് കുഴപ്പമുണ്ട്. വൈഫിനും പറഞ്ഞു, അയ്യോ എന്തോ കണ്ണിന് ദിവസമുണ്ട്, അത് കൊണ്ട് കാണിക്കണമെന്ന്. അപ്പം നമ്മൾ ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് അപ്പോൾ ഒരു സംഭവം പറഞ്ഞ് പറ്റത്തില്ല, നീ ഒരു ദിവസം ലീവ് എടുത്ത് നിന്നേ പറ്റൂ, ഇവനെ കൊണ്ട് കാണിച്ചു. അങ്ങനെ ഞാൻ അവിടെ കൊല്ലത്ത് ഒരു മറ്റേ ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത്, ഒരു ഫേമസ് ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ ഡേറ്റ് എടുത്ത് ഞങ്ങൾ കൊണ്ട് ചെന്നു. ഞാനും വൈഫും മോനുമായിട്ടുണ്ടായിരുന്നു. ചെന്ന് ഉടനെ, സോറി ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഓരോന്നും കൂടെ മനസ്സിലോട്ട് പറയുന്നതിന് വേണ്ടിയാണ് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ വീട്ടിൽ ഓരോ സംഭവങ്ങൾ ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം കൊണ്ട് ചെന്ന് കാണിച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം മോനെ ഡോക്ടർ കണ്ണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. കണ്ണ് ചെക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം എന്നെയും വൈഫിനെയും മോനെയും കൂടെ അകത്തോട്ട് വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇവൻ്റെ കണ്ണിന് ഒരു കുഴപ്പവുമില്ല. ഇവൻ ഈ കണ്ണിനിട്ട് ആക്ഷൻ കാണിക്കുമ്പോൾ നിങ്ങൾ സെന്റിമെന്റ്സ് വർക്ക് ചെയ്തിട്ട് ഇവനെ പഠിപ്പിക്കത്തില്ല. ഇവൻ പോലും അറിയാതെ ഇവൻ അതൊരു മുതലാക്കി എടുക്കുകയാണ് അവൻ്റെ പഠിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇവൻ കണ്ണ് വെട്ടിക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട, പഠിപ്പിച്ചോളൂ. ഓട്ടോമാറ്റിക്കായിട്ട് പിറ്റേന്ന് തൊട്ട് അവന് ഒരു അസുഖവും ഇല്ലായിരുന്നു ഇവൻ്റെ മുമ്പിൽ വെച്ച്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇപ്പം തന്നെ വീട്ടിൽ കിടന്ന് പേരൻസ് തമ്മിൽ കിടന്ന് കുട്ടികളുടെ മുമ്പിൽ തന്നെ ബഹളം വെക്കുന്നത്, ഇതെല്ലാം കുട്ടിയുടെ ഉപബോധ മനസ്സിൽ പതിയും. ഇതെല്ലാം പിന്നീട് പുറത്ത് കാണിക്കും. ഇപ്പം നമ്മൾ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പേരൻസ് അച്ഛനും അമ്മയും തമ്മിൽ അടിക്കുക. അപ്പം ഇവൻ വിചാരിക്കുന്നത് എന്താണ്, എൻ്റെ അമ്മയെ അച്ഛൻ തല്ലുന്നു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണിനെ എനിക്കും തല്ലാം. പഴയ കാലത്ത് ഒന്ന് അടി കൊള്ളും, ഈ കാലത്തെ പെണ്ണുങ്ങൾ കൊള്ളത്തില്ല, അവർ തിരിച്ചു തരും അല്ലേ? പിന്നെ അതൊരു കുടുംബ പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നീട് കുട്ടികളുടെ മുന്നിൽ വെച്ചുള്ള ലഹരി ഉപയോഗം. കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞതാ, ഒരു ആള് വന്ന് ആ കുട്ടിയെ MDMA ആയിട്ട് പിടിച്ചു. അപ്പോൾ ഇവനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് അച്ഛനും മോനോടെ ചെന്ന് അച്ഛൻ കിടന്നങ്ങ് ബഹളം ഉണ്ടാക്കിയ, എനിക്ക് മൊത്തം നാണക്കേടായി, കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു, കുടുംബക്കാരുടെ മുമ്പിൽ നാണം കെട്ടു, ആകെ ഷെയിമായി, ഇനി ഞാൻ എന്ത് വേണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ മോൻ തിരിച്ച് അച്ഛനോട് ചോദിച്ചു ഡയലോഗാ, അച്ഛൻ്റെ കാലത്ത് അച്ഛൻ 25 കൊല്ലമായിട്ട് തുടങ്ങിയ മദ്യപാനം നിർത്താൻ പറ്റുമോ? അച്ഛൻ്റെ കാലത്ത് മദ്യപാനമായിരുന്നു, എൻ്റെ കാലത്ത് MDMA ആണ്, രാസലഹരിയാണ്. അവൻ തിരിച്ചു ചോദിച്ചതാണ്. അച്ഛന് വല്ല മറുപടി ഉണ്ടോ? ഇല്ല. ഞാനിതാണ് പറയുന്നത്, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇത് തുടങ്ങും. ഒരു 7-8 വയസ്സാവുമ്പോൾ തന്നെ നോ പറയാൻ തന്നെ കുട്ടികളെ ശീലിപ്പിക്കണം. നോ പറയേണ്ടത് നമ്മൾ നോ തന്നെ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണം. നമ്മളിത് വേണം, അതല്ലെങ്കിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ പിന്നെ കൂട്ടുകാരെ സഹായിക്കൽ ഭയങ്കര ഇതാണ്. നമ്മൾ പിന്നെ ചെയ്യേണ്ടതാണ്, നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരാരൊക്കെയാണ് അത് ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, ആ കൂട്ടുകാരൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വെച്ചിരിക്കണം. അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത്, നമ്മുടെ കുട്ടികൾ എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു ഇതെല്ലാം നമ്മൾ അവരറിയാതെ നമ്മൾ വാച്ച് ചെയ്ത് വെച്ചിരിക്കണം. കൂടാതെ കുട്ടികളുടെ അധ്യാപകരുമായിട്ട് നമ്മളൊരു ബന്ധം സ്ഥാപിച്ചു വെച്ചിരിക്കണം. ഒരു ആൺസാറുമാരായാലും പെൺസാറുമാരായാലും, ആൺസാറുമാരാണെങ്കിൽ മറ്റേ അച്ഛനെ കൊണ്ട് വിളിപ്പിക്കാം, ലേഡീസ് ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാം. അങ്ങനെയുള്ള ഗുണം എന്താണെന്നറിയാമോ? ഒരു ദിവസം നമ്മളെ കുട്ടി എല്ലാ ദിവസവും 5 മണിക്കാണ് വരുന്നത്, അന്നത്തെ ദിവസം 5 മണിക്ക് വന്നില്ല, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിളിച്ചു ചോദിക്കാം, സാറേ എൻ്റെ മോൻ അല്ലെങ്കിൽ മോള് ഇത്ര മണിക്കാണ് വരുന്നത്, ഇന്ന് വന്നില്ല. അപ്പം പറയാം, ഇന്ന് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ 2 ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിഷയം, കുട്ടിക്ക് മനസ്സിലാവും, എന്നെ വീട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ ചെന്നില്ലെങ്കിൽ ചോദ്യം വരും. രണ്ടാമത്തെ കാര്യം, അധ്യാപകരും ഒരു താല്പര്യം കാണിക്കും, ഇന്ന കുട്ടിയെക്കുറിച്ച് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഈ കുട്ടിയെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കും ഒരു താല്പര്യമുണ്ടാവും. നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അതായത് 1, കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്.
രണ്ട് പേരൻസ്, ഇപ്പോൾ പേരൻസ് തമ്മിൽ പല പ്രശ്നങ്ങൾ കാണും. രണ്ട് ഒരു ആണും പെണ്ണും വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതൊക്കെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷെ അതൊരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് സംസാരിച്ച് തീർക്കണം. അവർക്കല്ലാത്ത ഒരുപാട് സമയമുണ്ട്, പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കാണത്തുള്ളൂ. അതുപോലെ തന്നെ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ലഹരി ഉപയോഗിക്കരുത്. അടുത്തത്, ഒരിക്കലും കുട്ടിയുടെ മുമ്പിൽ വെച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളെ കുട്ടികളെ ഇതെല്ലാം സ്വാധീനിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു, കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റങ്ങളോ ഒരു നെഗറ്റീവ്സ് കാര്യങ്ങളോ സംസാരിക്കരുത്. അവർക്ക് കുടുംബത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും എല്ലാം, പിന്നെ അവർക്ക് പണത്തിൻ്റെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അവരെ ജീവിപ്പിക്കണം. ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം അന്നേരം സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ പിന്നീട് പറയുന്ന ഒരു കാര്യം നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ വയലൻസ് സ്വഭാവത്തിലോട്ട് മാറും. കാര്യം ഞാനോ നിങ്ങളോ ജീവിക്കുന്ന നമ്മുടെ ഒരു കാലഘട്ടം താമസിച്ച അല്ലെങ്കിൽ ജീവിച്ച ഒരു കാലഘട്ടമല്ല ഇപ്പോഴത്തെ കുട്ടികൾ. കാര്യം സാറ് നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഫോൺ എന്ന് പറഞ്ഞൊരു സാധനം, കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഞാൻ പറയാം. എന്നെ വീട്ടിൽ നെറ്റ്ഫ്ലിക്സ് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കിട്ടുന്നില്ല. എൻ്റെ ഫോൺ വെച്ചാൽ ഇപ്പം ഞാൻ റെഡിയാക്കി തരാം. മൊബൈലിൽ യൂട്യൂബിൽ അടിച്ച് നോക്കിയിട്ട് അത് റെഡിയാക്കി തന്നത്. എനിക്കപ്പോൾ ഒന്ന് സന്തോഷമുണ്ട്, സങ്കടവും ഉണ്ട്. സന്തോഷം എന്തെന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ മോൻ അതെനിക്ക് കാണിച്ചു തന്നു. പക്ഷെ എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇവൻ എന്നേക്കാളും ഫോർവേഡായിട്ട് ഇവൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ എനിക്കറിയാൻ പറ്റത്തില്ല. അവനത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു സങ്കടവും എനിക്കുണ്ട്. സന്തോഷവും ഉണ്ട്, സങ്കടവും ഉണ്ട്. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, നെഗറ്റീവ് പറയേണ്ടത് നെഗറ്റീവ് പറഞ്ഞ് തന്നെ കുട്ടികളെ ശീലിപ്പിക്കണം. അതുപോലെ തന്നെ ഇപ്പം പിന്നെന്താണ് കുട്ടികളുടെ ഈ പോകുന്നത്, ഞാൻ പറഞ്ഞില്ല അധ്യാപകരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഇവിടെ ഈ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു കുട്ടി മറ്റു കുട്ടികളെ വീഡിയോ വലിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ഈ അധ്യാപകൻ എന്ത് ചെയ്തു, കുട്ടിയുടെ പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കുട്ടിയുടെ പേരൻസ് നേരത്തെ സ്കൂളിൽ വന്ന് അധ്യാപകനെ പരസ്യമായിട്ട് തെറി പറഞ്ഞ് അപമാനിക്കുകയും പിന്നീട് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ട് അധ്യാപകൻ്റെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ആ അധ്യാപകൻ ഒരു 10-12 അടുത്ത് പോയി മൊഴി കൊടുക്കേണ്ടി വന്നു. പക്ഷെ എല്ലായിടത്തും അധ്യാപകൻ അനുകൂലമായിട്ടാണ് അവർ റിപ്പോർട്ട് കൊടുത്തത്. അധ്യാപകൻ ചെയ്തൊരു തെറ്റെന്താണ്, പേരൻസിനെ അറിയിക്കാൻ ശ്രമിച്ചു. അതുപോലെ ഞാൻ ചങ്ങനാശ്ശേരി അധ്യാപകരുമായിട്ട് സംസാരിച്ച സമയത്ത് ഒരു ടീച്ചർ എന്നോട് പറഞ്ഞതാ, ഒരു LP സ്കൂളിലെ ഒരു 8 വയസ്സുള്ള കുട്ടി പറയുകയാണ്, സാറേ ഞാൻ പറഞ്ഞാൽ ഇവൻ കേൾക്കില്ലെന്ന്. 8 വയസ്സുള്ള കുട്ടി അമ്മ പറഞ്ഞാൽ കേട്ടില്ല എങ്കിൽ ഇവനൊരു 14 വയസ്സാകുമ്പോൾ ആര് പറഞ്ഞാലാ കേൾക്കുന്നത്? അതുപോലെ തന്നെ അടുത്തത്, നമ്മുടെ കുട്ടികളുടെ ഈ 8 വയസ്സ് 7 വയസ്സ് 9 വയസ്സുള്ള കുട്ടികൾ പോകുന്നത് ആരുമായിട്ടാ? 14 15 വയസ്സുള്ള കുട്ടികളുമായിട്ടാണ്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം, 8 വയസ്സുള്ളയും 9 വയസ്സുള്ളയും കുട്ടിയുടെ മാനസിക വ്യാപാരമായിരിക്കില്ല 15 16 വയസ്സുള്ള കുട്ടിക്ക്. അവർക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ആ പ്രായത്തിൽ നമ്മുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ച് കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. അത് ഈ 8 വയസ്സുകാരൻ കേൾക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവരവർക്ക് കേൾക്കേണ്ട ഒരു പ്രത്യേക പ്രായത്തിലുള്ള കാര്യങ്ങൾ മാത്രം അവരവർ കേട്ടാൽ മതി. ഓക്കെ, കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, സമയം ഒരുപാടായി. എനിക്കും ഫീൽഡിലോട്ട് ഇറങ്ങേണ്ട സമയമായി. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ആശാമാർ ഓണാവുന്ന ടൈമാണ്. ഇപ്പം ഫീൽഡുകളിലെല്ലാം നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മഴയത്ത് ഒരു ലുങ്കി കൊടുത്ത് ഒരിടത്ത് നിന്നെയാണ്. അന്നേരം ഇവിടുന്ന് വിളിച്ചപ്പം സാറ് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന വ്യക്തിയാണ്, സാറ് ഇവിടെ എത്തിയെന്ന് അറിഞ്ഞു. അതുകൊണ്ട് നേരത്തെ ഓഫീസിലോട്ട് ചെന്ന് യൂണിഫോം ഇട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇനി തിരിച്ച് തന്നെ കുട ഉൾപ്പെടായിട്ട് വന്ന് തിരിച്ചു പോകണം. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഈ ഫ്ലവേഴ്സ് ടിവിക്ക് വേണ്ടി നൽകുന്നു. ഓക്കെ, താങ്ക്സ്. താങ്ക് യു. ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്താനായി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ 35 വർഷമായി ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മധ്യവർത്തി പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഒപ്പം കേരളത്തിലെ 18 ലഹരി ചികിത്സാ കേന്ദ്രങ്ങൾ സർക്കാരിൻ്റെ ഗ്രാൻറ്റോടെ പ്രവർത്തിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ കുട്ടികൾക്ക് വേണ്ടി 2021 ആരംഭിച്ച ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ലഹരി ചികിത്സാ കേന്ദ്രത്തിൽ 21 ഒരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അവിടെ ചികിത്സിക്കാനായിട്ട് കടന്നു വരുന്നത് ഈ രാസലഹരിയിൽ മാത്രമുള്ള 18 കുട്ടികളോളം ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന 18 വയസ്സ് മുതൽ 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ചികിത്സിക്കേണ്ടി വരുന്ന ഗതികേട് ഞങ്ങളുടെ നാട്ടിലുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി MDMA ഉപയോഗിക്കുന്ന കുട്ടികളുടെ നെയില് അവർക്കൊരു റിസർച്ച് പ്രോഗ്രാമിന് വേണ്ടി വേണമായിരുന്നു.
ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലും എറണാകുളത്തുമായിട്ട് പ്രവർത്തിക്കുന്ന 2 സെൻറ്ററുകളിൽ നിന്ന് 40 പേരുടെ നെയിലെടുത്ത് കൊടുക്കേണ്ട ഒരു സാഹചര്യം. അത് നോക്കേണ്ട 24 വയസ്സ് മുതൽ താഴോട്ടാണ്. അതായത് 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള ആളുകളുടെ ഇടയിൽ ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന, സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ തരമുള്ള രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ കൂടിക്കൂടി വരികയാണ്. ഓരോ ദിവസവും പോലീസ് അധികാരികളും നാട്ടുകാരും വിളിക്കുന്നു. ഈ കണ്ണു തുറന്ന് രാഷ്ട്രീയ അധികാരികളും പോലീസ് അധികാരികളും നിൽക്കുകയാണ് എങ്കിൽ ഈ നാടിനെ രക്ഷിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ തലമുറകൾ തീരും. ഇന്നലെ 3 പ്രാവശ്യമാണ് വിജിലൻസ് വിങ്ങാർ എൻ്റെ പിറകെ നടക്കുന്നത്. 8 വയസ്സുള്ള കുട്ടിയെ ചികിത്സിക്കാൻ സംവിധാനം ഒരുക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്തൊരു ഗതികേടിലാണ് ഈ കൊച്ചു കേരളം നീങ്ങുന്നത് എന്ന് കണ്ണു തുറന്ന് കാണുവാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. നമ്മുടെ സമൂഹത്തിൽ രാസലഹരി കുത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് കുത്തൊഴുകുകയാണ്. ഇവിടെ ഇഞ്ചക്റ്റിംഗ് ഡ്രഗ് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ SKN നടത്തുന്ന ഈ മഹാസമരത്തിന് ഞങ്ങളുടെ ജീവരക്തം നൽകുവാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന ബഹുമാന്യരെ, വളരെ ഏറെ ഗൗരവമുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇവിടെ ഇപ്രകാരം ശ്രീകണ്ഠൻ നായർ സാർ നടത്തിയ ഈ കേരള യാത്ര നാം കണ്ടിട്ടുണ്ട്. കേരളം ഒട്ടാകെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പലവിധ യാത്രകൾ നടത്തുകയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രാപ്തിയിലെത്തുവാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന സമൂഹത്തെ നാം കാണാറുണ്ട്. പക്ഷേ താൻ ജനിച്ചു വളർന്ന മണ്ണ്, തൻ്റെ സമൂഹത്തെ നഷ്ടപ്പെടരുതെന്ന ആഗ്രഹത്തോടുകൂടി ബഹുമാന്യനായ ശ്രീകണ്ഠൻ നായർ ഇപ്രകാരം ഒരു യാത്ര നടത്തിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പൊൻതൂവലായിരിക്കുമെന്ന് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. കാരണം ഇതിലൂടെ അങ്ങ് ആഗ്രഹിച്ചത് എന്താണോ അത് പ്രാവർത്തികമാവുകയും ഒപ്പം തൻ്റെ മാധ്യമ മേഖലയിലെ ചക്രവർത്തിയായി വാഴുന്ന ശ്രീകണ്ഠൻ നായരുടെ പൊൻതൂവൽ ഒരിക്കൽ കൂടി മാനത്ത് വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രം പോലെ പ്രക്ഷോഭിക്കുമെന്ന് പറയുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു വലിയ നീണ്ട പ്രസംഗത്തിനൊന്നും വലിയ പ്രസക്തിയില്ല എന്നുള്ളതിനാൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീകണ്ഠൻ നായർക്കും ഒപ്പം നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരനും വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജിനും മറ്റെല്ലാവർക്കും, സിനി ആർട്ടിസ്റ്റ് നമ്മുടെ കൃഷ്ണപ്രസാദിനും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും, ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന ഈ യോഗം വൻ വിജയമാക്കി തീർത്ത എല്ലാവരെയും എല്ലാവിധത്തിലും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ചടങ്ങ് ഏകദേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവിടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചങ്ങനാശ്ശേരി ബോക്ക ജൂനിയേഴ്സ് സംഘടിപ്പിക്കുന്ന 7ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്, അതിന്റെ പോസ്റ്റർ ലഹരിക്കെതിരായിട്ടുള്ള, അപ്പൊ ലഹരി വേണ്ട, പകരം എന്ത്, അതിന് പകരം കാൽപന്താവാം, സ്പോർട്സിന്റെ ഏത് ഇനങ്ങളുമാകാം. അപ്പൊ നമ്മുടെ ശ്രീകണ്ഠൻ സാർ ആ പോസ്റ്റർ ഒന്ന് പ്രകാശനം ചെയ്യുന്നതായിരിക്കും.